Hi, hello, and welcome to IAS Factor and yet another class. Number 21-ന്റെ വാർത്തയാണ് ഞാൻ എടുക്കുന്നത്. സോ 22 വിൽ ബി ഫോളോഡ്. സോ ഇന്നത്തെ മേജർ ആയിട്ടുള്ള വാർത്തകളൊക്കെ നോക്കാം. സോ കഴിഞ്ഞ 1-2 ദിവസം ഫുൾ ക്ലാസിന്റെ കുറച്ച് തിരക്കുകളായി പോയതുകൊണ്ടാണ് ആ ഒരു ടെൻഷൻ ഇതിലേക്ക് എനിക്ക് വരാൻ പറ്റാത്തത്. സോ ഐ ജസ്റ്റ് കവർ ഇടാം. ഡോണ്ട് വറി ഓൺ ദാറ്റ്. നമ്മൾ മേജർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കവർ അപ്പ് ചെയ്യാമെന്നില്ലേ. സോ നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്ത ചെക്ക് ചെയ്യാം. സോ ഡൽഹി എഡിഷനാണ് ചെക്ക് ചെയ്യുന്നത്. മൂവിങ് ഓൺ ടു ദ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോണ്ടന്റ് ഹിയർ. മഹാരാഷ്ട്രയിലെ ഇലക്ഷനാണ്. നമ്മൾ ഇന്നലെ തന്നെ ഇലക്ഷൻ വാർത്തകൾ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞൊരു വലിയൊരു ഫാക്ടറാണ്. ഇന്ത്യയിൽ ഓൾമോസ്റ്റ് 65%, 70% എന്നൊക്കെ പറയുമ്പോൾ തന്നെ നല്ല ടേൺ ഔട്ടാണ് കാണുന്നത്. അപ്പോഴും നമ്മൾ പലപ്പോഴെങ്കിലും ഹാവ് യു എവർ തോട്ട് ഇന്ത്യയിൽ ഇത്രയും ആൾക്കാരുണ്ടായിട്ട് നമ്മളിപ്പോഴും 100% അല്ലെങ്കിൽ 90% മുകളിൽ ഇലക്ഷൻ കൗണ്ടർ വരാത്ത എന്താണ്? പലരും വോട്ട് ചെയ്യാൻ വരാറില്ല. സോ 65 to 70% ഇസ് ഓൾവേസ് സീൻ ആസ് എ ഒരു ഗുഡ് കാൽക്കുലേറ്റീവ് ഒരു എമൗണ്ട്, ഒരു നമ്പർ ആയിട്ടാണ് പലപ്പോഴും ആൾക്കാർ കാണുന്നത്. സോ ഇനിയും അത് 60.8, ജാർഖണ്ഡിൽ 68.45 വോട്ടർ ടേൺ ഔട്ട് ഉണ്ടായിരുന്നു. സോ ഇലക്ഷൻ വാർത്തകളാണ് കൂടുതലും ഡൽഹി എഡിഷൻ ഇന്നത്തേൽ. പിന്നെ അടുത്തത് ലെറ്റ്സ് ടേക്ക് അനദർ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് ഹിയർ. ഹൈക്കോർട്ട് ഓർഡേഴ്സ് CBI ഇൻ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. തമിഴ്നാട് നടന്ന ഇല്ലിസിറ്റ് ഹൂച്ച്, കള്ളക്കുറിച്ചി, എക്സാക്ട്ലി കള്ളക്കുറിച്ചി ഹൂച്ച് ട്രാജഡി, 68 പേരാണ് മരിച്ചത്. സോ ഇതേപോലെ ഈ ട്രാജഡിയും അല്ലെങ്കിൽ ലിക്കറും നമ്മുടെ നാടൻ ചാരായം എന്നൊക്കെ പറയുന്ന പോലെ ഈ ലോക്കലായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആൽക്കഹോൾ പലപ്പോഴും ഇതിൻ്റെ പോയ്സണസ് കണ്ടന്റ് ആവും, ആൾക്കാർ മരിച്ചു പോകും. സോ ഇല്ലിസിറ്റ് ഹൂച്ച് ഇതൊക്കെ വരുന്ന സമയത്ത് ഇത് ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ നടന്നിട്ടും ഇവിടെ ഓൾറെഡി ഇത്രയും പല ആൾക്കാർ 68 ആൾക്കാർ മരിച്ചിട്ട് പോലും, പല രീതിയിൽ ആൾക്കാർ മരിച്ചിട്ടും പോലീസ് ഗവൺമെന്റ് വേണ്ടത്ര തീരുമാനങ്ങൾ എടുത്തില്ല, അല്ലെങ്കിൽ വേണ്ടത്ര ഒരു ക്വിക്ക് ഡിസിഷൻ ഗവൺമെന്റ് എടുത്തില്ലെന്നാണ് പറയുന്നത്. കാരണം ഗവൺമെന്റ് ഇവിടെ എടുത്തെന്ന് വെച്ചാൽ ഓൾറെഡി ഒരു SP സസ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ SP പിന്നീട് ട്രാഫിക്കിലേക്ക് അവർ എടുക്കുകയും ചെയ്തു. സോ ഇത്രയും കാര്യം നടന്നിട്ടും പോലീസ് വേണ്ടത്ര ഒരു നല്ല ഒരു സംഭവം നടന്നിട്ടില്ല. സോ ദാറ്റ് ഇസ് വൈ ഹൈക്കോർട്ട് ഓർഡർ CBI അന്വേഷണം വേണമെന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുകയാണ്. കാരണം വി ആർ നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ആക്ഷനിലും ഡിസിഷൻ മേക്കിങ്ങിലും വേണ്ടത്ര തൃപ്തി ഇല്ല എന്നാണ് ഇവർ പറയുന്നത്. സോ അതുകൊണ്ടാണ് ഇമ്മീഡിയറ്റ്ലി ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കേണ്ടി വന്നത്. ഓക്കെ, അതാണ് അതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത. പിന്നെ ഒരു റെയിൻ വാട്ടർ സ്റ്റാഗ്നേഷൻ എന്ന് പറഞ്ഞിട്ട് യു ക്യാൻ സീ മംഗളനാഥ സ്വാമി ടെമ്പിൾ ഇൻ രാമനാഥപുരം ഡിസ്ട്രിക്ട്, അവിടുത്തെ മൊത്തം സോ ഇത്തരം വാർത്തകളൊക്കെ വരുമ്പോൾ നമ്മൾ ഇന്ത്യൻ ആർട്ട് ആൻഡ് കൾച്ചറിലും യു ഷുഡ് ബി നോയിങ് ദാറ്റ് ഇത്തരം അമ്പലങ്ങളിലുള്ളപ്പോൾ നമുക്കറിയാം കൃത്യമായിട്ട് യു ഷുഡ് നോ ദ ടെമ്പിൾസ് ഓഫ് ദ്രാവിഡ. ഇങ്ങനത്തെ സംഭവം കാണുമ്പോഴാണ് നമ്മൾ വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ്രാവിഡ ടെമ്പിൾ, വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ നഗര ടെമ്പിൾ ആൻഡ് വാട്ട് ഇസ് വെസ്ര ടൈപ്പ് ഓഫ് ടെമ്പിൾസ്. ഇതൊക്കെ ടെമ്പിൾ ആർക്കിടെക്ചറിന് ചോദിക്കാവുന്നതാണ്. സോ റൈറ്റ് ഫ്രം ദി സൗത്ത് ഇന്ത്യൻ ടെമ്പിൾ ആണെങ്കിൽ വിമാന ഗോപുര, അവിടെ ആണെങ്കിൽ ശിഖര, അതേപോലെ ഗർഭഗൃഹ, യു ക്യാൻ സി മണ്ഡപ, അർദ്ധമണ്ഡപ, മഹാമണ്ഡപ, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളവിടെ ഉണ്ട്. സോ പരീക്ഷയ്ക്ക് ഇങ്ങനത്തെ ആർട്ട് ആൻഡ് കൾച്ചറിലെ ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് മണ്ഡപയും സ്തൂപ്പയും പില്ലേഴ്സും കണ്ടപ്പോഴാണ്. ഓക്കെ, പിന്നെ കാം റിട്ടേൺസ്, ഇംഫാൾ ഗെറ്റ്സ് എ ന്യൂ കർഫ്യൂ ബ്രേക്ക്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് മണിപ്പൂരിൽ ഓൾറെഡി ഒരുപാട് ഇഷ്യൂസ് നടക്കുന്നുള്ളതുകൊണ്ട് അവിടെ ഓൾറെഡി കർഫ്യൂ പ്രഖ്യാപിച്ചിരുന്നു. സോ തിരിച്ച് കർഫ്യൂ ഒക്കെ മാറ്റി സമാധാനം വന്നു എന്ന് പറയുന്ന രീതിയിൽ. സോ ദീസ് ആർ ഓൾ ഷോർട്ട് ടേം. ഇവിടെ ഇത്രയും വലിയ ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഇത്രയും വലിയ CRPFന്റെ കണ്ടിൻജന്റും ബറ്റാലിയനൊക്കെ റിസർവിൽ പോസ്റ്റ് ചെയ്ത് സ്റ്റാൻഡ് ബൈയിൽ നിൽക്കുമ്പോൾ എപ്പോൾ വേണോ സംഭവിക്കാം. കശ്മീർ പണ്ട് എപ്പോഴും ഇങ്ങനെ ആയിരുന്നല്ലോ, ഇടയ്ക്ക് ഒരു കർഫ്യൂ വരും, പിന്നെ ഒരു കാം വരും, പിന്നെയും മിലിറ്റൻസ് വരും. സോ ഇതൊരു ഓൺഗോയിങ് സംഭവമാണ്. സോ ലെറ്റ്സ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്ത, ഡെഡ് ലൈൻ ലൂംസ് ഫോർ ക്ലൈമറ്റ് സമ്മിറ്റ്, നെഗോഷിയേറ്റർ സീക്സ് എ ഡീൽ ഫോർ ഫണ്ട്സ് ടു ചെക്ക് ഗ്ലോബൽ വാർമിംഗ്. ഈ കഴിഞ്ഞ COP29 ശേഷം ബക്കു അസർബൈജാനിൽ നടന്ന 29 ശേഷം നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന ഈ ക്ലൈമറ്റ് ചേഞ്ച് കാണുമ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വർഷത്തേക്കുള്ള പ്രധാന ഡിസ്കഷൻ ഓൾറെഡി നിങ്ങൾക്കറിയാം. ദർ ഇസ് സംതിങ് കോൾഡ് ഡെവലപ്ഡ് കൺട്രീസ്. ഇപ്പോഴത്തെ സൈഡിൽ ഡെവലപ്ഡ് കൺട്രീസ്, ഇപ്പോഴത്തെ സൈഡിൽ ഡെവലപ്പിംഗ് കൺട്രീസ്. ഇവർ തമ്മിൽ ആരാണ് ഇനിയുള്ള ക്ലൈമറ്റ് ചേഞ്ചിന് ഇതിന് ആരാണ് ഈ ഡാമേജിന് കോസ്റ്റ് എടുക്കാൻ പോകുന്നത്? ഹൂ ഇസ് ഗോയിങ് ടു ഫണ്ട് ദിസ്? സോ ഓൾറെഡി $100 ബില്യൺ ഓൾറെഡി അറിയുന്നതാണ്. $100 ബില്യൺ ഡെവലപ്പിംഗ് കൺട്രീസിലേക്ക് കൊടുക്കണം എന്ന് ഓൾറെഡി ഒരു ഡിസ്കഷൻ ഉണ്ട്. പക്ഷെ അത് അവർ കൊടുത്തിട്ടേ ഇല്ല. ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ശരിക്കും ഓൾമോസ്റ്റ് ഒരു $1.3 ട്രില്യൺ ആണ് പറയുന്നത്, അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഒരു $1.3 ട്രില്യൺ വരെയൊക്കെ ശരിക്കും ഇൻവെസ്റ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. അതും ഡെവലപ്ഡ് കൺട്രീസ് കടമായിട്ട് കൊടുക്കുന്നതല്ല. ഇറ്റ്സ് നോട്ട് എ ഇൻവെസ്റ്റ്മെന്റ്. അത് ഇൻവെസ്റ്റ്മെന്റ് അല്ല, മറിച്ചൊരു ഗ്രാൻഡോ ആയിട്ടൊക്കെ കൊടുക്കേണ്ടതാണ്. പക്ഷേ ഈ 1.3 ട്രില്യൺ പോലും ഇപ്പോഴും ഡെവലപ്ഡ് കൺട്രീസ് ഓൾമോസ്റ്റ് 200 ബില്യൺ പോലും കൊടുക്കാൻ തയ്യാറല്ല. സോ ഡിമാൻഡ് 200 ബില്യൺ വരെയൊക്കെ തരാമെന്ന് പറയുന്നതും ഇറ്റ്സ് വെരി ലോ. സോ ഈ
ഡെവലപ്പിംഗ് കൺട്രീസിന് ഇത്രയും ഫണ്ട് കൊടുത്ത് ഈ ക്ലൈമറ്റ് സമ്മിറ്റ് ഇനി എങ്ങനെ ആയി മാറും എന്നുള്ളതിലൊരു ക്ലാരിറ്റി ഇപ്പോഴും ഉണ്ട്. സോ COP29 ശേഷം ആർ സീക്കിംഗ് 1.3 ഡെവലപ്പിംഗ് കൺട്രീസ് പറയുന്നത് 1.3 ട്രില്യൺ വേണമെന്നാണ്. അറ്റ്ലീസ്റ്റ് 1 ട്രില്യൺ എങ്കിലും തരണമെന്നാണ് പറയുന്നത്. പക്ഷെ ഇതിൽ പറയുന്നുണ്ട് അവർ ഇത്രയൊക്കെ പറഞ്ഞാലും അവരുടെ കയ്യിൽ പൈസ ഇല്ല. 200 ബില്യൺ കണ്ടോ, ഒരു 200 ബില്യൺ എങ്കിലും വേണമെങ്കിൽ തരാമെന്നാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് ഇത്രയും ചർച്ച നടത്തിയിട്ടൊന്നും ആഫ്റ്റർ 10 days ടോക്സ് ഇതൊക്കെ സംസാരിച്ചിട്ടും പ്രത്യേകിച്ച് ഒരു ഗുണം ഉണ്ടാവുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ ക്ലൈമറ്റ് ഡിസ്കഷൻസിന് പോകുന്നത്? എനിവേ, ഡെവലപ്ഡ് കൺട്രീസ് നീഡ് ടു ഫണ്ട് ഡെവലപ്പിംഗ് കൺട്രീസ്. ഇന്നലത്തെ വാർത്തയിൽ ഇന്ത്യയും ഒഫീഷ്യലി പറഞ്ഞിട്ടുണ്ട്, യു ആർ ദ ഹിസ്റ്റോറിക് കോൺട്രിബ്യൂട്ടർ ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് ഓർ പൊല്യൂഷൻ, യു ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി, യു ടേക്ക് ദ ലീഡ് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതിനനുസരിച്ച് എന്തായാലും അങ്ങനെ തന്നെ വരത്തുള്ളൂ. പിന്നെ അടുത്തത് റിലീഫ് ഫോർ ചിദംബരം ആസ് ഡൽഹി ഹൈക്കോർട്ട് പോസസ് എയർസെൽ മാക്സിസ് കേസ്. ഇതും ഞാൻ ഇന്നലെ ഡിസ്കസ് ചെയ്താണ്. ഓൾറെഡി ഒരു കേസ് ഉണ്ടായിരുന്നു. മാക്സിസ് എന്ന മലേഷ്യൻ കമ്പനി എയർസെൽ എന്ന് പറയുന്ന കമ്പനിയുടെ മേജർ ഷെയർ വാങ്ങിക്കാൻ തീരുമാനിച്ചു. ആ സമയത്ത് പ്രധാനപ്പെട്ട ഒരു ഏജൻസി എന്തായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ, യു ക്യാൻ ടേക്ക് എ ലുക്ക് അറ്റ് FIPB. FIPB ഉണ്ടായിരുന്നു. അപ്പോൾ FIPB എന്താണ്? അപ്പോൾ ആ സമയത്ത് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് പ്രൊമോഷൻ ബോർഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻവെസ്റ്റ്മെന്റ് വരുന്ന സമയത്ത് FIPBയുടെ ഇപ്പം അതില്ല. ഇൻവെസ്റ്റ്മെന്റ് ഈ FIPBയുടെ അപ്രൂവൽ ഇല്ലാതെ ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് മാക്സിസിന് എയർസെല്ലിൽ വരുത്താൻ പറ്റില്ല. ഈ FIPBനെ ഇൻഫ്ലുവൻസ് ചെയ്തു, അല്ലെങ്കിൽ അതിനെ ചിദംബരം അന്നത്തെ ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്ന ആളുടെ മകനും എല്ലാവരും കൂടി മാനിപ്പുലേറ്റ് ചെയ്തു എന്നുള്ളതാണ് കേസ്. തൽക്കാലത്തേക്ക് ഡൽഹി ഹൈക്കോടതി ഒരു ചെറിയൊരു സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ തീരുമാനങ്ങൾ ഇപ്പോൾ വരാത്തതുകൊണ്ട് ഇറ്റ് ഈസ് ടേക്കിംഗ് ടൈം. അപ്പോൾ ഈ FIPB പിന്നീട് മാറ്റി എന്തിനാന്ന് വെച്ചാൽ ഓബ്വിയസ്ലി അറിയാമല്ലോ, ഒരു മലേഷ്യൻ കമ്പനിയിൽ നിന്ന് ഒരു ഇന്ത്യൻ കമ്പനിയിലേക്ക് ഫണ്ട് വരണം എന്ന് വിചാരിക്കുക. ഓൾറെഡി ഒരു കമ്പനി ഇന്ത്യയിലേക്ക് ഫണ്ട് വരണമെങ്കിൽ ഇറ്റ്സ് എ ഗുഡ് തിങ്. FDI കൂടുതൽ ഫണ്ടുകൾ ഇന്ത്യയിലേക്ക് വന്നാൽ മാത്രമല്ലേ ഇന്ത്യ ഒരു നല്ല ബിസിനസ് ഹബ്ബായി മാറുള്ളൂ. സോ അതുകൊണ്ട് ആ FIPBനെ ഇറ്റ് വാസ് റിമൂവ്ഡ്. FIPB എടുത്ത് കളഞ്ഞു, ഇപ്പം ഇല്ലാതെ. അപ്പോൾ ഈ കേസും ആ ഒരു കോണ്ടെക്സ്റ്റിൽ യു ക്യാൻ റിയലി വർക്ക് ഓൺ. ഇനി അടുത്തത് പ്രധാനപ്പെട്ട ഇത് ഡൽഹി എഡിഷൻ ആയതുകൊണ്ട് ആവശ്യമുള്ള നമുക്ക് കാണാവുന്ന 2-3 കാര്യങ്ങളാണ്. ഫാക്ഷനലിസം ഹോൺസ് ബംഗാൾ മെഡിക്കൽ കൗൺസിലേഴ്സ് TMC. പൊളിറ്റിക്കൽ വാർത്തകൾ മാറി. DQNA കമ്മിറ്റി കോൾസ് ഫോർ പ്രോബ് ഇൻ ടു വെന്റിലേറ്റർ പർച്ചേസ് ഡ്യൂറിങ്. സോ ഓൾറെഡി നമുക്കറിയാം DQNA കമ്മിറ്റി എന്ന് പറഞ്ഞൊരു കമ്മിറ്റി കർണാടകയിൽ കോവിഡ് സമയത്ത് അന്നത്തെ ചീഫ് മിനിസ്റ്ററായ എല്ലാവരും ഉൾപ്പെട്ടിട്ടുണ്ട്. അന്നത്തെ മിനിസ്റ്റേഴ്സും എല്ലാവരും ഇതിനകത്ത് പങ്കു ചേർന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. സോ ഓൾറെഡി ഒരു 275 പേജ് ഡോക്യുമെന്റ് ഉണ്ട് കർണാടക മെഡിക്കൽ സപ്ലൈസ്. കാരണം ഇതിൽ എന്താ സംഭവം എന്ന് വെച്ചാൽ, കോവിഡ് സമയത്ത് അന്നത്തെ ചീഫ് മിനിസ്റ്റർ ഉൾപ്പെടെ എല്ലാവരും PP കിറ്റ് തുടങ്ങി കോവിഡിന് ആവശ്യമുള്ള വെന്റിലേറ്ററും ഇതൊക്കെ പർച്ചേസ് ചെയ്യുന്നതിൽ അതിൽ അഴിമതി കാണിച്ചു എന്നാണ് പറയുന്നത്. സോ DQNA കമ്മിറ്റി, അതിനു വേണ്ടിയാണ് DQNA കമ്മിറ്റി ഉള്ളത്. ഇൻവെസ്റ്റിഗേറ്റഡ് ദ അലജ് റെഗുലാരിറ്റി ആ സമയത്തുള്ളത്. സോ ഹൈക്കോർട്ട് പഴയ മൈക്കിൾ DQNA ആണ്. അപ്പോൾ ഇത് ആ കേസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് പല പ്രാവശ്യം. പിന്നെ അതിനുശേഷം പ്രധാനപ്പെട്ട ആർട്ടിക്കിൾസ് നമുക്ക് നോക്കാനുള്ളത്, ഹരിയാന ടു ഫോം ന്യൂ കമ്മിറ്റി ഓൺ ടു ഫൈനലൈസ് സ്റ്റേറ്റ് സോങ്. അങ്ങനെ വരുമ്പോൾ ഈ അടുത്ത് ഇനിയിപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത്, കഴിഞ്ഞൊരു മാസം ചർച്ച ചെയ്തത് സ്റ്റേറ്റ് സോങ്ങിൽ തമിഴ്നാടിനെ കുറിച്ചിട്ടാണ്. തമിഴ്നാട്ടിലത്തെ സ്റ്റേറ്റ് സോങ് തെറ്റിച്ച് പാടിയെന്ന് പറഞ്ഞ ഗവർണർക്കെതിരെയും കേസ് എടുത്തു. അപ്പോൾ ഇങ്ങനത്തെ കോണ്ടെക്സ്റ്റ് നമുക്ക് മനസ്സിലാക്കണം. ഹരിയാനയും ഒരു സ്റ്റേറ്റ് സോങ് വേണമെന്ന് പറയുകയാണ്. അതിൽ എത്രയോ ഇൻട്രീസ് പത്രത്തിലൂടെ വരുത്തി അവസാനം ജയ 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 ഹരിയാന എന്ന് പറഞ്ഞ പാട്ട് കൈലാഷ് ഖേർ പാടിയതാണ് സെലക്ട് ചെയ്തത്. സോ അടുത്ത ചോദ്യം, സ്റ്റേറ്റുകൾക്ക് ഇങ്ങനെ സ്റ്റേറ്റ് സോങ് കൊണ്ടുവരാനുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ഉണ്ടോ? Do you think that states have this constitutional right to have their own state song or state anthem? ഇന്ത്യക്ക് ജനഗണമനയുണ്ട്, നാഷണൽ ആന്തം ഉണ്ട്, വന്ദേ മാതരം ഉണ്ട്, സാരെ ജഹാം സെ അച്ഛയൊക്കെ പോപ്പുലർ പാട്ടുകളാണ്. സോ ഈ സ്റ്റേറ്റ് സോങ് വരാൻ എന്തെങ്കിലും ഉണ്ടോ? സോ ഓൾറെഡി അറിയാം, എക്സ്പ്ലിസിറ്റ് ആയിട്ട്, ദാറ്റ്സ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വേർഡ്, എക്സ്പ്ലിസിറ്റ്ലി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെ ഒരു സ്റ്റേറ്റ് സോങ് വേണമെന്നോ പാടില്ല എന്നൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല. സോ അവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. സ്റ്റേറ്റ് സോങ്ങിൽ ഇതിൽ ഇന്ത്യൻ പോളിറ്റി ആസ്പെക്ട് നമ്മൾ അങ്ങനെ ഒരു വേർഷൻ ഇല്ല. അങ്ങനെ ഒഫീഷ്യലി സ്റ്റേറ്റ് ആന്തം വേണമെന്നോ പാടില്ല എന്നോ എവിടെയും പറഞ്ഞിട്ടില്ല. അടുത്ത പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ വളരെ ക്വിക്കായിട്ട് പോകാം. ഡൽഹി ഹൈക്കോർട്ട് SBI ടു ക്രെഡിറ്റ് 2.5 ലക്ഷം രൂപ ഒരാളുടെ അക്കൗണ്ടിൽ നിന്ന് പോയി. SBI എന്ന് വിളിക്കുകയാണെന്ന് പറഞ്ഞിട്ട് അയാൾ OTP ഒക്കെ പറഞ്ഞു കൊടുത്ത് 2.5 ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് പോയി. അങ്ങനെ ഇയാൾ കേസ് കൊടുത്തു. SBIയുടെ ടെക്നോളജി വീക്ക് ആയതുകൊണ്ടാണ് ഇതേപോലത്തെ ഓപ്പറേഷൻസ് SBIയുടെ ലിങ്ക് എന്നൊക്കെ വരുന്നത്, ഫ്രോസ്റ്റേഴ്സ്. അപ്പോൾ ഇത് SBIയുടെ കുഴപ്പമാണ്, എൻ്റെ പൈസ കൊടുത്ത എൻ്റെ കുഴപ്പമല്ല, ഞാൻ 2.5 ലക്ഷം രൂപ അവർ OTP വെച്ച് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് എടുത്തു, അതിന് ഉത്തരവാദി SBI ആണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അങ്ങനെ ഇത് ഇന്റേണൽ കേസും കാര്യങ്ങളൊക്കെ വന്ന് ഫൈനലി കോടതി വേറൊരു ലോവർ കോർട്ടിലൊക്കെ പോയപ്പോൾ അവർ തീരുമാനിച്ചു, ഈ പോയ പൈസയിൽ നിന്ന് കുറച്ച് പൈസ, അദ്ദേഹത്തിന് ഏകദേശം മുഴുവൻ ഇല്ലെങ്കിലും ഏകദേശം കുറച്ച് പൈസ
ഇദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കാൻ പറഞ്ഞു. അദ്ദേഹം കോമ്പൻസേഷനിൽ തൃപ്തനല്ലാത്തതുകൊണ്ട് ഹി അഗെയിൻ വെന്റ് ഇൻ ടു ഡൽഹി ഹൈക്കോർട്ട്, കേസ് കൊടുത്തിട്ട് പറഞ്ഞു SBIയുടെ സോഫ്റ്റ്വെയറും ഇതൊക്കെയാണ് ഇവർ ഹാക്ക് ചെയ്ത് ഉപയോഗിച്ചിരിക്കുന്നത്. സോ അത് എൻ്റെ കുഴപ്പമല്ല, SBIയുടെ കുഴപ്പമാണ്. അവർ ഈ ടെക്നോളജി അല്ലെങ്കിൽ ഈ ഫ്രോഡ്സ്റ്ററിനെ ഇത്തരം ലിങ്കുകളെ അവർ വീക്ക് ആയതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചെന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്തു. ഇപ്പോൾ ഡൽഹി ഹൈക്കോടതി പറയാണ് അയാൾക്ക് നഷ്ടപ്പെട്ട 2.5 ലക്ഷം SBIക്ക് തിരിച്ചു കൊടുക്കാൻ പറഞ്ഞിരിക്കുക. SBI അയാൾക്ക് തിരിച്ചു കൊടുക്കണം, അതാണ് കണ്ടീഷൻ. സോ അതാണ്. അപ്പോൾ 2 ഫാക്ടർ ഒത്തൻറ്റിക്കേഷൻ ഒക്കെ ഉണ്ടായിട്ട് ഇതൊക്കെ സംഭവിച്ചു എന്നുള്ളതാണ് ഇവിടെ പ്രധാനപ്പെട്ട കാര്യം. ഇനി അടുത്ത സ്റ്റേറ്റ് വാർത്ത നോക്കുമ്പോൾ ഛത്തീസ്ഗഡിൽ മാവോയിസത്തിൻ്റെ ബാക്കി കാര്യങ്ങളും. ലെറ്റ്സ് UP ഇലക്ഷൻ നടന്ന കാര്യം പറയുന്നുണ്ട്. അതിലൊരുപാട് ഭയങ്കര തിരക്ക് പറയുന്നുണ്ട്. ഈ ഒരു ഇങ്ങനെ ഒരു ഇലക്ഷൻ നടക്കുമ്പോൾ, ഒരു ഇലക്ഷൻ ഇങ്ങനെ നടക്കുമ്പോൾ എന്തൊക്കെയായിരിക്കും മേജർ പ്രശ്നങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ നേരിടുക? ഒന്ന്, ഭയങ്കരമായ വഴക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. കേരളം പൊതുവെ സമാധാനപരമായി ഇലക്ഷൻ ചെയ്യുന്ന സമയത്ത് അവിടെ ബൂത്തുകൾ ആക്രമിക്കപ്പെടാറുണ്ട്. ഇപ്പോഴും EVM തകരാറാവാറുണ്ട്. ഇത് ഇപ്പോൾ എല്ലായിടത്തും നടക്കും. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻസ് ഒക്കെ തകരാറിലാവാറുണ്ട്, അത് റിപ്പയർ വരാറുണ്ട്. ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും ബഹളവും അടിയും വരും. കുറേ പോലീസുകാരെ സസ്പെൻഡ് ചെയ്യും കുറച്ച് ദിവസത്തേക്ക്. എല്ലാ ഇലക്ഷൻസിനും വളരെ പോപ്പുലറാണ്. കണ്ടോ, മൈനസ് കഫിൾസ് ടു 4 സീറ്റ്സ് ഇൻ പഞ്ചാബ്. അവിടെയും പഞ്ചാബിലും ഇഷ്യൂ ഉണ്ട്, UPയിലും പ്രശ്നമുണ്ട്. സോ എപ്പോഴും ഇങ്ങനത്തെ കാര്യത്തിൽ നമുക്ക് മനസ്സിലാവുന്നതാണ്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ വരുമ്പോൾ ഇത് വളരെ സർവ്വസാധാരണമായിട്ട് നടക്കുന്നതാണ്. പിന്നെ ഇത് എല്ലാവരെയും നടുക്കിയൊരു വാർത്തയാണ്. കാരണം തമിഴ്നാട്ടിലെ ഒരു ടീച്ചറിനെ, 26 വയസ്സായ ഒരു ടീച്ചറിനെ കല്യാണം കഴിക്കണമെന്ന് നിർബന്ധിച്ചില്ലാത്തതുകൊണ്ട് ക്ലാസ്സിൽ കയറി കുത്തിക്കൊന്നു എന്നാണ് പറയുന്നത്. സോ ഷി വാസ് സ്റ്റാബ്ഡ് ടു ഡെത്ത്. വളരെയധികം ഇനി ഇത്ര നാൾ ഹോസ്പിറ്റൽ സേഫ് അല്ല എന്നാണ് പറഞ്ഞിരുന്നത്. ഇനി ടീച്ചേഴ്സിൻ്റെ അവസ്ഥയും സേഫ് അല്ല എന്നുള്ളൊരു സിറ്റുവേഷനിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ബാക്കി സ്റ്റേറ്റ് ന്യൂസും പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ, ജയ്പൂർ ഓൾറെഡി, രാജസ്ഥാൻ ഓൾറെഡി 6,57,000 6.57 lakhs crore ലാക്ക് ക്രോർ, അതല്ലേ 6 ലക്ഷം കോടി രൂപയാണ് അവിടുത്തെ പുതിയ എനർജി ഫ്രീ സമ്മിറ്റിൽ ഇൻവെസ്റ്റ്മെന്റ്സ് വരാൻ പോകുന്നത് രാജസ്ഥാനിൽ. സോ ഗുഡ് തിങ്. സോ പിന്നെ പ്രധാനപ്പെട്ട വാർത്ത, പ്രൂഫ് ടാമ്പറിംഗ് പ്രൊസീഡിംഗ് restored against MLA Anthony Raju is accused of tampering with material evidence of an Australian accused whom he is representing as a lawyer in narcotics case. ഇതൊരു പ്രധാനപ്പെട്ട കേസ്. നിങ്ങൾ പഠിക്കാൻ വേണ്ടിയുള്ള കേസായിട്ട് വരാൻ മാത്രമൊന്നുമില്ല. പക്ഷേ ഇതൊരു, നിങ്ങൾ മലയാള സിനിമയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല, ഐ ഡോണ്ട് നോ വെദർ യു ആർ എ ആർഡൻ ഫാൻ, നിങ്ങൾ സിനിമയൊക്കെ കാണുന്ന ആൾക്കാരാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ 90-ൽ ഇറങ്ങിയ ഒരു സിനിമയുണ്ട്, ഐ തിങ്ക് ശ്രീനിവാസൻ്റെയും സുരേഷ് ഗോപിയുടെ ഒരു സിനിമയുണ്ട്, ആനവാൽ മോതിരം എന്ന് പറഞ്ഞിട്ട്. അതിലൊരു കോടതി സീനുണ്ട്. ഒരു ഓസ്ട്രേലിയൻ സിറ്റിസനെ അറസ്റ്റ് ചെയ്തതിന് ശേഷം ശ്രീനിവാസൻ ഒരു അണ്ടർവെയർ പിടിച്ച് നിൽക്കുന്നത്. അതിലൂടെയാണ് നർക്കോട്ടിക്സ്, ഡ്രഗ്സ് കടത്തിയെന്ന് പറഞ്ഞിട്ട് പിന്നീട് എവിഡൻസ് ഹാജരാക്കുമ്പോൾ ഒരു വളരെ ചെറിയ അണ്ടർവെയർ വെച്ചിട്ട് ഇതാണോ തെളിവ് മാറ്റി, അവിടെയാണ് പ്രൂഫ് ടാമ്പറിംഗ് നടത്തി. ഇതേ കേസ് തന്നെയാണ്, ഇത് സെയിം കേസ് തന്നെയാണ്. ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും അങ്ങനെ ഒരു കേസ് ഇല്ലാന്ന്. Raju was accused of tampering with material evidence and underwear of Australian national Andrew Salvatore, ജൂനിയർ ലോയർ ആയിട്ട് വരുന്ന സമയത്ത്. ആൻഡ് ഇത് കേസായിട്ട് പഠിക്കാനൊന്നും അല്ല, പക്ഷേ ഇതിനകത്ത് വേറൊരു കേസ് ഉണ്ട്, നർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് എന്ന് പറഞ്ഞൊരു ആക്ട് ഉണ്ട്. ഇത് ആ സിനിമയിൽ കാണിക്കുന്ന അതേ കേസ് തന്നെയാണിത്. ഇടയ്ക്ക് ഇതൊരു കൗതുകമുള്ള വാർത്തയും കൂടെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. സോ അദ്ദേഹം ഇതേപോലെ കേസ്, ഇത് വർഷങ്ങൾക്ക് ശേഷം ഇപ്പം എനിക്ക് തോന്നുന്നു സുപ്രീം കോടതിയാണ് ഇടപെട്ടിരിക്കുന്നത്. യെസ്, സുപ്രീം കോർട്ടാണ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത്. തിരിച്ച് അന്നത്തെ ഫുൾ പ്രൂഫ് ടാമ്പറിങ്ങിനെതിരെ കേസ് എടുത്തിരിക്കുകയാണ് സുപ്രീം കോടതി. എവിടെ ചെല്ലും നമുക്ക് നോക്കാം. പിന്നെ ബാക്കിയുള്ളത് ഈ എഡിറ്റോറിയൽ എന്ന് പറയുന്നത് ഒക്ടോബർ എക്സ്പോർട്ട് റീബൗണ്ട്. ഇത് വേറൊന്നുമല്ല, എക്സ്പോർട്ടും ഇമ്പോർട്ടും. ഇത് അധികം സ്ട്രെസ് കൊടുക്കാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇതിപ്പോൾ നവംബറിൽ വന്ന സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ഇപ്പോൾ ഡിസംബർ ആകുമ്പോൾ അത് മാറും, ജനുവരി ആകുമ്പോൾ മാറും. എക്സ്പോർട്ട് കൂടും, ഇമ്പോർട്ട് കുറയും, അതിങ്ങനെ കൂടിയും കുറഞ്ഞും ഇരിക്കും. സോ നമുക്കതിനകത്ത് അങ്ങനെ പ്രധാനപ്പെട്ടത് ഇത്രയും സംഭവങ്ങൾ മാറി നമ്മൾ ഈ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ചു വെച്ചിട്ട് 4-5 മാസം കഴിയുമ്പോൾ ഇത് മാറും. അപ്പോൾ അതിലും ഭേദം ജസ്റ്റ് ഞാൻ അതിൽ സ്റ്റാറ്റിസ്റ്റിക്സിലേക്ക് കിടക്കുന്നില്ല, എഡിറ്റോറിയലിൽ പ്രധാനപ്പെട്ട പോയിന്റ്സ് മാത്രം പറഞ്ഞു പോവാം. പിന്നെ ഗ്രൈൻഡ് അലോങ്, ഇത് വേറൊന്നുമല്ല, ഇന്നലത്തെ കഴിഞ്ഞ കസ്തൂരി ഫേമസ് ആക്ട്രസ് ഉണ്ടല്ലോ, മലയാളത്തിലും തമിഴിലും അഭിനയിച്ചിരുന്ന കസ്തൂരി എന്ന് പറഞ്ഞ ആക്ടർ, ചെന്നൈ പോലീസ് അവരെ അറസ്റ്റ് ചെയ്തു. കാരണം ഇതിനകത്ത് വേറൊരു വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കിതിനകത്ത് ആവശ്യമുള്ളൊരു കാര്യമുണ്ട്. ഇറ്റ്സ് കോൾഡ് ഹെയ്റ്റ് സ്പീച്ച്. തെലുങ്ക് ആൾക്കാർക്കെതിരെ, തെലുഗു സ്പീക്കിംഗ് ആൾക്കാർക്കെതിരെ എന്തോ സംസാരിച്ചു, അവരത് ഹെയ്റ്റ് സ്പീച്ച് ആയിട്ട് കണക്കാക്കി. സോ അഗെയിൻ ദിസ് ബ്രിങ്സ് us to a larger constitutional question. വാട്ട് ഈസ് ഹെയ്റ്റ് സ്പീച്ച്? ഹെയ്റ്റ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ എന്താണ് ഹെയ്റ്റ് സ്പീച്ച്? ഇതിനെതിരെ ഉടനെ തന്നെ എന്തെങ്കിലും പറഞ്ഞ ഉടനെ അറസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയായിട്ടൊരു നടപടിയാണോ എന്നുള്ള ലാർജർ കോൺസ്റ്റിറ്റ്യൂഷണൽ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ചോദിക്കുന്നത്. നടിയെ അറസ്റ്റ് ചെയ്തതിനെക്കാട്ടും കൂടുതൽ ഹെയ്റ്റ് സ്പീച്ച് എന്താണ്? ആർക്കെങ്കിലും എന്തെങ്കിലും ഹെയ്റ്റ് സ്പീച്ച് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ തെളിയിക്കപ്പെടും? അപ്പം തന്നെ നമ്മളൊരാളെ അറസ്റ്റ് ചെയ്യാണോ ചെയ്യുക? അങ്ങനെയാണെങ്കിൽ ആർട്ടിക്കിൾ ഫ്രീഡം ഓഫ് സ്പീച്ച് എന്താണ്? ആർട്ടിക്കിൾ 19 clause 1A എന്താണ്?
അല്ലെങ്കിൽ ഇതെന്താണ്, അല്ലെങ്കിൽ ആർട്ടിക്കിൾ 19 ക്ലോസ് 2 റീസണബിൾ റെസ്ട്രിക്ഷൻസ്. കോൺസ്റ്റിറ്റ്യൂഷനിൽ റീസണബിൾ റെസ്ട്രിക്ഷൻസ് ഉണ്ട്, നമ്മുടെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷനൊക്കെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഹേറ്റ് സ്പീച്ച് എന്താണ്, എന്തെങ്കിലും പറഞ്ഞ ഉടനെ പോലീസ് അറസ്റ്റ് ചെയ്യൂ എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഇതിൽ ചോദിക്കുന്നുണ്ട്. സോ അത് നിങ്ങൾ ഓർത്ത് വയ്ക്കാം. പിന്നെ ഇത് വേറെ ശ്രീലങ്കയിൽ ഓൾറെഡി നടക്കുന്ന പൊളിറ്റിക്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഞാൻ അധികം ഓൾറെഡി നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്തതാണ്, ഞാൻ അധികം പൊളിറ്റിക്കൽ ആസ്പെക്റ്റിലേക്ക് ഇതിലേക്ക് പറയുന്നില്ല. കാരണം ഇലക്ഷൻ കഴിഞ്ഞു, ഓൾറെഡി അവിടെ ഒരു ഹിസ്റ്റോറിക്കൽ ഇലക്ഷൻ നടന്നിട്ടുണ്ട്. ഇനി ശ്രീലങ്കയിൽ വരുത്താൻ പോകുന്ന ഒരുപാട് മാറ്റങ്ങളുണ്ട്. കാരണം ഓൾറെഡി നമുക്കറിയാം ശ്രീലങ്ക ഹാസ് ഗോൺ ത്രൂ എ വെരി റഫ് പാച്ച്, വളരെ മോശം പാച്ചിലൂടെയാണ് ശ്രീലങ്ക കടന്നു പോയിക്കൊണ്ടിരുന്നത്. ആൻഡ് ഇപ്പോൾ ഓൾറെഡി എന്ന് പറഞ്ഞാൽ അവിടുത്തെ സെക്ഷൻ ഓഫ് ആൾക്കാർ, സിംഹള സ്പീക്കിംഗ് ആൾക്കാരുണ്ട്, അവിടുത്തെ തമിഴ്സ് ഉണ്ട്, അതേപോലെ അവിടുത്തെ മുസ്ലിം പോപ്പുലേഷൻ ഉണ്ട്. ഇവരെല്ലാം കൺസിക്യൂട്ടീവ്, ഇപ്പോൾ രാജപക്ഷ എന്ന് പറയുന്ന അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു ലിനിയേജ് ആണ് മഹിന്ദ രാജപക്ഷ. ഈ രാജപക്ഷ ഫാമിലി അല്ലെങ്കിൽ അവരുടെ ഫാമിലി റെപ്രസെന്റ് ചെയ്യുന്ന പാർട്ടിക്കൊക്കെ വളരെ കുറവ് വോട്ട് ഇപ്രാവശ്യം കിട്ടിയുള്ളൂ. ഇപ്രാവശ്യം കംപ്ലീറ്റ് അന്നൂറ ദിസനായക അവിടുത്തെ പുതിയ നേതാവ്. അപ്പോൾ ആ ഇവിടുത്തെ ഇഷ്യൂസ്, തമിഴ് പ്രശ്നങ്ങളാണെങ്കിലും അവിടുത്തെ എല്ലാ ഇഷ്യൂസും പുതിയ പാർട്ടി വന്നാൽ ശ്രീലങ്കൻ തമിഴ്സിന് മാത്രമല്ല, ശ്രീലങ്ക എന്ന് പറയുന്ന രാജ്യത്തിന് വലിയൊരു റീവാമ്പ് ആയിരിക്കും നടക്കാൻ പോകുന്നത് എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ തന്നെയാണ്. മേജർ ആയിട്ടുള്ള കാര്യങ്ങൾ അത് തന്നെയാണ് ഇതിനകത്ത് പറയുന്നത്. സോ ഇനി വരും ദിവസങ്ങളിൽ ശ്രീലങ്ക നീഡ്സ് ടു ബി വെരി ഗുഡ്. അത് നമുക്ക് ഇന്ത്യക്കും ഫോറിൻ പോളിസി വൈസ് നല്ലതാണ്. ശ്രീലങ്ക ബെറ്റർ സ്റ്റേബിലൈസ്ഡ് ആവുന്നതോറും ഇന്ത്യക്ക് ഗുണമാണ്. ശ്രീലങ്ക ഒരുപാട് ചൈനീസ് ഹെൽപ്പ് എടുക്കുമ്പോഴാണ് ഇന്ത്യക്ക് ഭയങ്കര ബുദ്ധിമുട്ട് വരുന്നത്. കാരണം ചൈനക്കാർ കൂടുതൽ സഹായിച്ചാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. ആൻഡ് അടുത്തതെന്ന് പറയുന്നത് ലോങ് ഫൈറ്റ് ഫോർ ആക്സസിബിലിറ്റി ഡിഗ്നിറ്റി ഇൻ ഇന്ത്യൻ പ്രിസൻസ്. ഇത് ഇന്ത്യൻ പ്രിസൻസിന് കഴിഞ്ഞ കുറേ ദിവസമായിട്ട് വാർത്തയിൽ വരുന്നുണ്ട്. ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ്. ഇന്ത്യൻ പ്രിസൻസ് ഓവർ പവേർഡാണ്, ഓവർലോഡാണ്. ആകെ അന്ന് ഞാൻ പറഞ്ഞത് 5 ലക്ഷം, ആകെ 4 ലക്ഷത്തിൽ ചെല്ലാനും സ്പേസേ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഏകദേശം 5 ലക്ഷത്തിന് മുകളിൽ ആൾക്കാർ ജയിലിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ജയിലിൽ കിടക്കുന്ന ആൾക്കാരെല്ലാം ഈ 5 ലക്ഷം ആൾക്കാർ കപ്പാസിറ്റിയുടെ മുകളിലാണ്. 131% ആണ് ഓക്യുപ്പൻസി റേറ്റ് ഹൈ. സ്ഥലമില്ല ജയിലിൽ ആൾക്കാരെ ഇടാൻ. അപ്പോൾ ഇതിന് മുകളിൽ കുറേ ആൾക്കാർ, 4 ലക്ഷത്തോളം ആൾക്കാർ അണ്ടർ ട്രയൽ ആണെന്ന് ഞാൻ പറഞ്ഞു. അതായത് ഇവരൊക്കെ വിധി വരാത്ത കേസുകൾ, വെറുതെ കൺവിക്റ്റഡ് ആണ്. ഇൻ ദ സെൻസ് ദേ ആർ അക്യൂസ്ഡ്. വിധി ട്രയൽ നടക്കുന്നില്ല, വർഷങ്ങളായിട്ട് ഇപ്പോഴും ജയിലിൽ കിടക്കുക. ഇവരെല്ലാം കാലിലും കയ്യിലൊക്കെ ഇലക്ട്രോണിക് ബാൻഡും ട്രാക്കറൊക്കെ വെച്ച് വീട്ടിൽ വിട്ടൂടെ, അല്ലെങ്കിൽ നമുക്ക് ടെക്നോളജിക്കലി ഇവരെ ട്രാക്ക് ചെയ്ത് ഇവരൊക്കെ വീട്ടിൽ വിടാൻ പറയുന്നുണ്ട്. അത് ഓൾറെഡി ന്യൂസിലുണ്ട്. പക്ഷേ ഇതിനെ പറയുന്ന വലിയൊരു കാര്യം കൂടെ ഉണ്ട്. വേണ്ടത്ര ഡിഗ്നിറ്റി ഇന്ത്യൻ പ്രസൻസിൽ ഇല്ല എന്നാണ് പറയുന്നത്. ജയിലിൽ ഡിഗ്നിറ്റി ഇല്ല. അതിൽ പറയുന്ന പ്രൊഫസർ ഉണ്ട്, സായിബാബ. ഈ അടുത്ത് മരിച്ച ഫേമസ് ആയിട്ടൊരു പഴയ പ്രൊഫസർ ഉണ്ട്, പ്രൊഫസർ സായിബാബ എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹത്തിനെ കുറിച്ച് ഇവിടെ പരാമർശിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. യെസ്, ദിസ് ഇസ് പ്രൊഫസർ സായിബാബ. അദ്ദേഹത്തിന് ഒരുപാട് ഡിസബിലിറ്റി ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ അപ്പോൾ ഈ ജയിലിലൊന്നും അദ്ദേഹത്തിന് ഹിസ് അണ്ടാ സെൽ വാസ് സോ ക്രാം ദാറ്റ് അദ്ദേഹത്തിന് വീൽ ചെയർ പ്രോപ്പറായിട്ടൊന്നും കൊടുത്തില്ല. അപ്പോൾ ജയിലിലുള്ള ഡിസബിലിറ്റി ഉള്ള ജയിലിലെ ആൾക്കാർ അല്ലെങ്കിൽ ജയിൽ അന്തേവാസികൾക്ക്, അത് ഇൻമേറ്റ്സ് ഓഫ് ദ ജയിൽ ഹു ഹാവ് ഡിസബിലിറ്റി, വലിയ ചലഞ്ചാണ്. വേണ്ടത്ര സർവീസസ് ഒന്നും കൊടുക്കുന്നില്ല എന്നാണ് പറയുന്നത്. അതിനുവേണ്ടി ഒരുപാട് കേസുകൾ നടന്നിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ദ മോസ്റ്റ് ഫേമസ് കേസാണ് ഇതിനു വേണ്ടി രാമമൂർത്തി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കർണാടക. രാമമൂർത്തി കേസിൽ കർണാടക സ്റ്റേറ്റിൽ ഓൾറെഡി സുപ്രീം കോടതി വന്നതാണ്. അതായത് ജയിലിൽ പ്രോപ്പർ കണ്ടീഷൻസ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് പോലും ഒരു മാറ്റവും ഇല്ല എന്നാണ് പറയുന്നത്. സോ ഇതൊരു ആ കേസ്. അതേപോലെ തന്നെ വേറെ ഈ രാമമൂർത്തി കേസ് പോലെ തന്നെ ദർ ഇസ് അനദർ ഇമ്പോർട്ടൻറ്റ് കമ്മിറ്റി കോൾ ദ മുള്ള കമ്മിറ്റി റെക്കമെൻഡേഷൻ. നല്ല ജയിൽ കണ്ടീഷൻസ് വേണമെന്ന് പറഞ്ഞതാണ്. രാമമൂർത്തി കേസ്, മുള്ള കമ്മിറ്റി, ഇതൊക്കെ വന്നിട്ടും ഒരു മാറ്റവും ഇല്ല എന്നുള്ളതാണ് കോടതിയും ജയിലിനെ കുറിച്ചിട്ട് പറയുന്നത്. അപ്പോൾ ഈ ആസ്പെക്റ്റിൽ നമ്മളെപ്പോഴും പരീക്ഷയ്ക്ക് വരാൻ ചാൻസ് ഉള്ളതാണ്. ദ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിൻ്റെ മോഡൽ പ്രിസൺ മാനുവൽ ഉണ്ട്. ഇതനുസരിച്ചിട്ടൊന്നും അല്ല ഇപ്പോൾ നടക്കുന്നത്. അതാണ് ഇതിൽ അടുത്ത വലിയൊരു കാര്യം. ഓക്കെ, സോ അതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. സോ യു ഷുഡ് ഓൾസോ അണ്ടർസ്റ്റാൻഡ്, ഗിവൻ ദ പ്രിസൻസ് ഇസ് എ സ്റ്റേറ്റ് സബ്ജക്ട്, സ്റ്റേറ്റ് ഗവൺമെന്റ്സ് ബിയർ ദ എക്സ്പ്ലിസിറ്റ് റെസ്പോൺസിബിലിറ്റി. ഈ എന്താണ് സ്റ്റേറ്റ് സബ്ജക്ട് എന്ന്, എന്താണ് സെൻട്രൽ യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും കൺകറന്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞ പോലെ പ്രിസൻസ് ഇസ് എ സ്റ്റേറ്റ് സബ്ജക്ട്. ഇറ്റ് ക്യാൻ ബി എ പ്രിലിം സ്റ്റേറ്റ്മെന്റ്. പ്രിലിംസിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. ജയിലുകളുടെ അവസ്ഥ വെച്ചിട്ട് നിങ്ങൾക്ക് ചോദിക്കാം. അതേപോലെ തന്നെ ഇന്ത്യയിൽ ഡിസബിലിറ്റി, ഇന്ത്യ ഹാസ് ദി ഒബ്ലിഗേഷൻ ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് നെൽസൺ മണ്ടേല റൂൾസ് 2015 റിക്വയർ പ്രസിഡന്റ് മിസ്റ്റർ മേക്ക് റീസണബിൾ അക്കോമഡേഷൻ ഫോർ പ്രിസണർ. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. UN കൺവെൻഷൻ ഓൺ ദ റൈറ്റ്സ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. UN കൺവെൻഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. നെൽസൺ മണ്ടേല റൂൾസ് 2015, ജയിലിൽ വേണ്ടത്ര ഡിസബിലിറ്റി ഉള്ള ആൾക്കാർക്കല്ല. അപ്പോൾ ഇതൊക്കെ കണ്ടോ, എന്തൊക്കെ. നാളെ നിങ്ങൾക്ക് ജയിലിനെ കുറിച്ചൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ പ്രിസൻസ് മാനുവൽ, പ്രിസൻസ് ആക്ട്, നെൽസൺ മണ്ടേല റൂൾസ്, യുണൈറ്റഡ് നേഷൻ കൺവെൻഷൻ
ഓൺ ദ റൈറ്റ്സ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ്. ടോർച്ചർ, ഇൻഹ്യൂമൻ, ഡീഗ്രേഡിംഗ് ട്രീറ്റ്മെന്റ് ഒന്നും പാടില്ല ജയിലിൽ. അത് നിങ്ങൾക്ക് ഓർത്ത് വയ്ക്കാം. നെൽസൺ മണ്ടേല റൂൾസ് എന്നുള്ളൊരു സംഭവം നിങ്ങൾ അത് കേട്ടിട്ടുണ്ടാവില്ല, കേട്ടു വയ്ക്കുക. പ്രിസൻസ് ഇസ് എ സ്റ്റേറ്റ് സബ്ജക്ട്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അത് പ്രിലിംസിന്റെ ഒക്കെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. സോ അത് നല്ലോണം ഓർത്ത് വയ്ക്കാം. സോ അടുത്ത പ്രധാനപ്പെട്ടത് എഗെയിൻ ഡൽഹിയുടെ പൊല്യൂഷൻ കൺട്രോൾ തന്നെയാണ്. ഡൽഹിയിൽ എത്ര ഡിസ്കസ് ചെയ്താലും എയർ പൊല്യൂഷൻ ഇത് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. എയർ ക്വാളിറ്റി ഇൻഡെക്സ് ഒക്കെ 480 കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഹസാർഡസ് സിറ്റുവേഷനിലാണ് ഡൽഹിയിലെ എയർ ക്വാളിറ്റി ഇൻഡെക്സ് ഒക്കെ. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനത്തെ കുറേ നിയമങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട് ഇത് ഇവിടുത്തെ മാത്രം അവസ്ഥയൊന്നുമല്ല, ഡൽഹി മാത്രമല്ല, ഈവൻ ലോസ് ഏഞ്ചൽസിൻ്റെ സിമിലർ ആണ്. അതേപോലെ ബീജിംഗ്, ചൈനയിലത്തെ സിറ്റിയും ഇത് സിറ്റുവേഷൻ കുറേയൊക്കെ സിമിലർ ആണ് എന്നതിനകത്ത് പറയുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ AQI, എയർ ക്വാളിറ്റി ഇൻഡെക്സ് എന്താന്ന് പറയുന്നുണ്ട്. ആൻഡ് ദർ ഇസ് അനദർ ഇമ്പോർട്ടൻറ്റ് തിങ് കോൾഡ് NCAP. എന്താണ് ഈ NCAP എന്ന് പറയുന്നത്? അതും ഇതിനകത്ത് മെൻഷൻ ചെയ്ത് പോകുന്നുണ്ട്. യു ഷുഡ് ഹാവ് എൻ ഐഡിയ. കുറേ കാര്യങ്ങൾ ഓൾറെഡി നമ്മുടെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ എന്താണ് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ എന്ന് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ NCEP എന്ന് പറയുന്നത് നാഷണൽ ക്ലീൻ എയർ പ്രോഗ്രാം, NCAP പരീക്ഷയ്ക്ക് ചോദിക്കാം. വാട്ട് ഈസ് NCAP? 2019 ലോഞ്ച് ചെയ്തത്. സോ ഇതിലാണ് കൂടുതലും എങ്ങനെയൊക്കെയാണ് എയർ ക്വാളിറ്റി, അതിൻ്റെ ടാർഗറ്റ് എത്രയാണ്, എത്രത്തോളം പൊല്യൂഷൻ ഉണ്ട് എന്നൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ആയിരുന്നു. നാഷണൽ ക്ലീൻ എയർ പ്രോഗ്രാം 2019 വന്നത്. സോ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമുണ്ട്. അതേപോലെ CAQM ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. 2021 വന്നതാണ്. എന്താണ് CAQM? കമ്മീഷൻ ഫോർ എയർ ക്വാളിറ്റി മാനേജ്മെന്റ്. സോ ഇതിനകത്ത് ഇതേപോലത്തെ കുറേ കാര്യങ്ങളുണ്ട്. ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി പോലെയാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഇത് കൊണ്ടാണ് നമ്മൾ ഇതും പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. വാട്ട് ഈസ് ഗ്രാപ്പ്? ഗ്രേഡഡ് റെസ്പോൺസ് ആക്ഷൻ പ്ലാൻ. എന്താണ് ഈ ഗ്രാപ്പ് പോലത്തെ സംഭവങ്ങളെല്ലാം CAQMന്റെ ഉത്തരവാദിത്തമാണ്. ഡൽഹിയിലും അഡ്ജോയിനിങ് ഏരിയാസ്, ഞാൻ ഇന്നലെ പറഞ്ഞു, UP, പഞ്ചാബ്, രാജസ്ഥാൻ ഒക്കെ അഡ്ജോയിനിങ് ഏരിയാസിലെ പൊല്യൂഷൻ കൺട്രോളിംഗ് ഒക്കെയാണ് ടാർഗറ്റും കാര്യങ്ങളാണ്. CAQM എയർ ക്വാളിറ്റി മാനേജ്മെന്റ് സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്, ഓർത്ത് വെക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതിനകത്തുനിന്ന് ഷെയർ ചെയ്യാനുണ്ട്. സോ ഇനി ക്വിക്കായിട്ട് നാഷണൽ ന്യൂസിലേക്ക് പോയി കഴിഞ്ഞാൽ, ഇന്ത്യ ചൈന എഗ്രി ടു വർക്ക് ഓൺ റീബിൽഡിംഗ് മ്യൂച്വൽ ട്രസ്റ്റ്. ഇത് പ്രത്യേകിച്ച് അങ്ങനെ നമുക്ക് എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല. നമ്മളിപ്പോൾ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ചൈന എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് വരുന്ന എന്താ, ഇങ്ങനെയാണ് നമ്മൾ കറണ്ട് അഫയേഴ്സ് പഠിക്കേണ്ടത്. കഴിഞ്ഞൊരു മാസമായിട്ട് നമ്മൾ ചൈനീസ് ഇഷ്യൂ വെച്ചാൽ നമുക്ക് കൃത്യമായി എഴുതാനുണ്ട്. എന്താ, ചൈനയും ഇന്ത്യയും നല്ല റിലേഷനിലാണ്. 2020 ഗാൽവാൻ ക്ലാഷ്, വളരെ മോശം സംഭവം ഉണ്ടായി. പിന്നീട് വന്ന 3-4 വർഷം ഇന്ത്യയും ചൈനയും ബോർഡറിൽ പെട്രോളിംഗ് വളരെ മോശമായിരുന്നു. അതേപോലെ ഇപ്പോൾ 2024 ഇന്ത്യയും ചൈനയും നല്ല ഫ്രണ്ട്ഷിപ്പ് കൊണ്ടുവന്നു. അതേപോലെ 2 വാക്കുകൾ നിങ്ങൾ ഓർത്ത് വെക്കണം: ഡിസ്എൻഗേജ്മെന്റ്, ഡി എസ്കലേഷൻ. ഡിസ്എൻഗേജ്മെന്റ് നടത്തി. പിന്നെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ഡെപ്സാങ്, ഡെംചോക്ക്. ഇനി പെട്രോളിംഗ് ഒക്കെ കുറച്ചുകൂടെ നന്നായി. 2 പേരും ഡി എസ്കലേറ്റ് ചെയ്തു. ബോർഡറിൽ നിന്ന് 2 പേരും തൊട്ടടുത്ത് നിൽക്കുന്നു. ഇതേപോലെ അങ്ങനെ ഫേസ് ടു ഫേസ് നിൽക്കാതെ പെട്രോളിംഗ് ഒക്കെ മാറ്റി ഡിസ്എൻഗേജ് ചെയ്തു. അവരുടെ പെട്രോൾ പോസ്റ്റിലേക്കൊക്കെ പോയി. അല്ലാതെ ഇവിടെ തന്നെ ഇങ്ങനെ ക്ലോസ് ടു ക്ലോസ് ഫിസ്റ്റ് ഫൈറ്റ് ലിപ്പ് അടിക്കുമെന്ന രീതിയിൽ മാറി ഡിസ്എൻഗേജ് ചെയ്തു. ഇതൊക്കെ തന്നെയുള്ളൂ ചൈന ഇന്ത്യ റിലേഷനിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഓർക്കേണ്ട കാര്യങ്ങൾ. ഇനിയും ബെറ്റർ ആവുമെന്നാണ് ബോർഡർ മാനേജ്മെന്റ് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ തന്നെയാണ്. അതിൽ കൂടുതൽ കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് പറയുന്നത്. പിന്നെ ഒരു കാര്യം കൂടി ഇതിനകത്ത് എക്സ്ട്രാ പറഞ്ഞൊരു കാര്യം നിങ്ങൾ അറിയേണ്ടത്, ഡെഫിനറ്റ്ലി യു ഷുഡ് ബി നോയിങ് അബൌട്ട് എന്താണ് ADMM. എന്താണ് ADMM? സോ അതെന്താണ് ഈ ADMM എന്ന് പറയുന്നത്? അതിവിടെ നമുക്കൊന്ന് എടുത്ത് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ഡിഫൻസ് പ്രോഗ്രാമിന്റെ പ്രധാനപ്പെട്ട ഇവർ 2 പേരും കൂടെ കണ്ടതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഇവിടെ നടന്നത്. സോ വാട്ട് ഈസ് ദിസ് കോൺസെപ്റ്റ്, എന്തിനാണ് ഇവർ മീറ്റ് ചെയ്തതെന്നൊക്കെ ഉണ്ട്. സോ അവിടെ ഓൾറെഡി നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട മീറ്റിംഗ് നടക്കുന്നുണ്ട്, ADMM എന്ന് പറഞ്ഞിട്ട്. ASEANന്റെയും ADMM പ്ലസ് എന്നാണ് നമുക്കതിന് വിളിക്കാൻ പറ്റുന്നത്. ഡിഫൻസ് മിനിസ്റ്റേഴ്സ് മീറ്റിംഗ് പ്ലസ്, അതാണ് ADMM. അതാണ് ADMM പ്ലസ് എന്ന് പറയുന്നത്. സോ ഇത് വേറൊന്നുമല്ല, ADMM പ്ലസ് എന്ന് പറയുന്നത് ഡിഫൻസ് മിനിസ്റ്റേഴ്സ് എല്ലാം. ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ ADMM എന്ന് പറയുന്ന ഡിഫൻസ് മിനിസ്റ്റേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലൊരു ഡിഫൻസ് സിസ്റ്റം വേണമെന്ന് പറയുന്നതിനെക്കാട്ടും കൂടുതൽ ASEAN പ്ലസ് 8 കൺട്രീസ് ആണ് ADMMന്റെ ഭാഗം. വെരി ഇമ്പോർട്ടൻറ്റ്. ASEAN പ്ലസ് 8 കൺട്രീസ്, 8 രാജ്യങ്ങളാണ് ഇവിടെ പ്രധാനമായിട്ട് വരുന്നത്. അതാണ് ഈ 8 പ്ലസ് എന്ന് പറയുന്നത്. ASEAN രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ എത്ര രാജ്യങ്ങളുണ്ട്? വെരി ഇമ്പോർട്ടൻറ്റ്. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കും. ആർട്ടിക്കിളിലില്ല. ഞാൻ അഗൈൻ 10 നേഷൻ ASEAN രാജ്യങ്ങൾ, 10 രാജ്യങ്ങളുണ്ട് ASEANൽ. ഈ 10 രാജ്യങ്ങളും 8 പ്ലസ് രാജ്യങ്ങളും കൂടെ ചേർന്നിട്ടാണ് ADMM പ്ലസിൽ നല്ല ഡിഫൻസ് മിനിസ്റ്റേഴ്സ് എല്ലാവരും കൂടെ വരുന്നുണ്ട്. നല്ലൊരു പ്രോപ്പർ ആയിട്ടുള്ള റിലേഷനും ഇന്ത്യയാണ്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് മെഗെയിൻ ചോദ്യം വരാം, ASEAN രാജ്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് ഏകദേശം ഒരു ധാരണയുണ്ടോ? സോ പ്ലീസ് യു ക്യാൻ റൈറ്റ് അബൌട്ട് ASEAN രാജ്യങ്ങൾ ഏതൊക്കെയാണ്. ബ്രൂണി ASEAN രാജ്യമല്ലേ? അതേപോലെ കംബോഡിയ ASEAN രാജ്യമല്ല. അതേപോലെ ഇന്തോനേഷ്യ ASEAN ആണ്.
അതേപോലെ ലാവോസ് നമുക്ക് എഴുതാം, ഇന്തോനേഷ്യ, ലാവോസ് എഴുതാം, മലേഷ്യ ഡെഫിനറ്റ്ലി എഴുതാവുന്ന ഒരു രാജ്യമാണ്. മിയാൻമാർ ഭാഗമാണ് ആസിയാന്റെ. 1 2 3 4 5 6 3 4 5 6 മിയാൻമാർ ഉണ്ട്. അതേപോലെ തന്നെ പിന്നെ ഉള്ളത് ഫിലിപ്പീൻസ് ഉണ്ട്. ഇതിനകത്ത് ഫിലിപ്പീൻസ് ഉണ്ട്. പിന്നെ തൊട്ടടുത്ത് കിടക്കുന്ന സിംഗപ്പൂർ ഉണ്ട്, തായ്ലൻഡ് ഉണ്ട്, അതേപോലെ വിയറ്റ്നാം ഉണ്ട്. സോ ഇറ്റ്സ് 1 2 3 4 5 6 7 8 9 10 10 രാജ്യങ്ങളല്ലേ. ബ്രൂണൈ, കംബോഡിയ, ഇന്തോനേഷ്യ, ലാവോസ്, മലേഷ്യ, മിയാൻമാർ, ഫിലിപ്പീൻസ്, സിംഗപ്പൂർ, തായ്ലൻഡ്, വിയറ്റ്നാം. ഇതാണ് ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ASEAN രാജ്യങ്ങൾ ഏതെന്ന് ചോദിച്ചാൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് കൺട്രീസ് ആർ ASEAN കൺട്രീസ് സിവിൽ സർവീസിന് പ്രിലിംസ് ചോദിച്ചാൽ യു ഷുഡ് ബി ഏബിൾ ടു റൈറ്റ് ദിസ്. ഇനി അതേപോലെ 8+ രാജ്യങ്ങളോടല്ലേ, 8+ എന്ന് പറയുമ്പോൾ ASEAന്റെ കൂടെ 8+ രാജ്യങ്ങളും കൂടെ അവിടെ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ASEAന്റെ 8+ രാജ്യങ്ങളോട് നോക്കുമ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഒന്ന് ഡെഫിനറ്റ്ലി ഓസ്ട്രേലിയ ഇതിന്റെ ഭാഗമാണ്. തൊട്ടടുത്ത് കിടക്കുന്നുണ്ട്, ഓസ്ട്രേലിയ ഉണ്ട്. അതേപോലെ ചൈന ഈസ് എ പാർട്ട് ഓഫ് ദിസ് ആൻഡ് ഡെഫിനറ്റ്ലി ഇന്ത്യ ഉണ്ട്. അതേപോലെ ജപ്പാൻ ഉണ്ട്, ന്യൂസിലൻഡ് ഉണ്ട്. ന്യൂസിലൻഡ് ഉണ്ടെങ്കിൽ ഓസ്ട്രേലിയ ഉണ്ട്, ചൈന, ഇന്ത്യ, ജപ്പാൻ, ന്യൂസിലൻഡ്, പിന്നെ എനിക്ക് തോന്നുന്നു സൗത്ത് കൊറിയ ഇസ് ഓൾസോ ദെയർ. അതേപോലെ ഇപ്പുറത്തെ സൈഡിൽ യു ഷുഡ് സേ റഷ്യ ഉണ്ട്, പിന്നെ US. എത്ര? 1 2 3 4 5 6 7 8 രാജ്യങ്ങൾ. ഓസ്ട്രേലിയ, ചൈന, ഇന്ത്യ, ജപ്പാൻ, ന്യൂസിലൻഡ്, സൗത്ത് കൊറിയ, റഷ്യ, US. അപ്പോൾ ഈ രാജ്യങ്ങൾ എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ADMM+. അപ്പോൾ പരീക്ഷയ്ക്ക് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കണം. അതുകൊണ്ടാണ് ഞാൻ എക്സ്ട്രാ അവിടെ പറഞ്ഞത്. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട കാര്യമാണ് ജസ്റ്റിസ് കൃഷ്ണകുമാർ ഇസ് ന്യൂ ചീഫ് ജസ്റ്റിസ് ഓഫ് മണിപ്പൂർ ഹൈക്കോർട്ട്. ഇന്നലെ നമ്മൾ ഓൾറെഡി മദ്രാസ് ഹൈക്കോർട്ടിലെ ജസ്റ്റിസ് ആണ് അദ്ദേഹം. അപ്പോൾ അതിൽ പറയുന്നുണ്ട് മദ്രാസ് ഹൈക്കോർട്ട്, പാരന്റ് ഹൈക്കോർട്ട് മദ്രാസ് എന്നുള്ള ആൾക്കാർ ചീഫ് ജസ്റ്റിസ് ആയിട്ടിരിക്കുന്നത് വളരെ കുറവാണ്. അപ്പോൾ അദ്ദേഹമുണ്ട്. സോ ഇതെന്താണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്? മണിപ്പൂർ ഹൈക്കോർട്ടിനെക്കാട്ടും കൂടുതൽ ഇന്ത്യൻ പൊളിറ്റിയിൽ പ്ലീസ് ഗോ ആൻഡ് സ്റ്റഡി ബാക്ക് ഹൗ ഇസ് ദ ഹൈക്കോർട്ട് ജഡ്ജസ് എലക്റ്റഡ്. ഹൈക്കോർട്ടിലെ ജഡ്ജിമാർ ചീഫ് ജസ്റ്റിസുമാരും എങ്ങനെയാണ് എലക്ട് ചെയ്യപ്പെടുന്നത്, അതിന്റെ പ്രൊസീജിയർ എന്താണെന്നും കൂടെ നമ്മൾ ഇന്ത്യൻ പൊളിറ്റിയിൽ പോയിട്ട് യു ഷുഡ് ബി വെരി ക്ലിയർ ഓൺ ദാറ്റ്. ചോദിക്കാം, അടുത്ത പ്രാവശ്യം ഹൈക്കോർട്ട് ജഡ്ജിന്റെ ഇലക്ഷൻ ചോദിച്ചാൽ കറണ്ട് അഫയേഴ്സ് ആണെന്ന് ഓർത്ത് വെച്ചോ. ഞാൻ ഇപ്പോഴും പറയുന്നു, സിവിൽ സർവീസിന് പ്രിലിംസ് ചോദിക്കുന്ന ഓൾമോസ്റ്റ് 75% ക്വസ്റ്റിനും കറണ്ട് അഫയറിൽ നിന്നാണ്, അല്ലെങ്കിൽ കറണ്ട് അഫയറിൽ നിന്നും ഇൻസ്പിറേഷൻ കൊണ്ട ക്വസ്റ്റ്യൻസ് ആണ്. നമ്മുടെ പ്രശ്നമാണ് നമ്മൾ ഏതെങ്കിലും നമ്മുടെ മനസ്സിൽ എന്താണ് കറണ്ട് അഫയേഴ്സ്. നമ്മുടെ എല്ലാവരുടെയും പ്രശ്നം കറണ്ട് അഫയർ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇസ്രയേൽ പലസ്തീനെ കുറിച്ച് എന്തെങ്കിലും ചോദ്യം ചോദിച്ചാൽ അത് കറണ്ട് അഫയർ ആയി. ഇപ്പോൾ റഷ്യയിൽ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ചോദിച്ചാൽ അത് കറണ്ട് അഫയർ ആയി. നമ്മുടെ മനസ്സിൽ എന്താണോ പുതിയതായിട്ട് കറണ്ട് അഫയർ, കറണ്ട് റെലവൻസ് ഉള്ളത്, അതാണ് നമ്മുടെ കറണ്ട് അഫയർ. പക്ഷെ അങ്ങനെയല്ല. സിവിൽ സർവീസിൽ നമുക്കിതാ നമ്മുടെ മുന്നിൽ ആർട്ടിക്കിളുണ്ട്. ഈ ഹൈക്കോർട്ട് എന്ന് പറഞ്ഞാൽ ഹൈക്കോർട്ടിന്റെ ജഡ്ജസിന്റെ പ്രൊസീജിയേഴ്സ് ചോദിക്കാം, അത് പരീക്ഷയ്ക്ക് വരാം. നമ്മളത് ലക്ഷ്മികാന്ത് എന്ന് ചോദിച്ചാണെന്നോ DD ബസു എന്ന് ചോദിച്ചാണെന്നോ NCERT എന്ന് ചോദിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. ഇറ്റ്സ് കറണ്ട് അഫയർ. സോ ആലോചിച്ച് വെക്കുക എങ്ങനെയാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഓൾറെഡി നമ്മളന്ന് ഡിസ്കസ് ചെയ്താണ് കൊളീജിയം സിസ്റ്റം. സുപ്രീം കോർട്ടിലെ ചീഫ് ജസ്റ്റിസും 4 ജഡ്ജിമാർ എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു ജഡ്ജിമാരുടെ പേരെടുക്കും. അതേപോലെ ഗവൺമെന്റിന്റെ കയ്യിൽ കൊടുക്കും. ഗവൺമെന്റ് റെക്കമെൻഡേഷൻ എടുക്കാം. ഗവൺമെന്റ് വേണമെങ്കിൽ അതാത് സ്റ്റേറ്റിലെ ഗവർണറെ വിളിച്ച് ചോദിച്ച് ഗവർണറിന്റെ അടുത്ത് നിന്ന് ഈ ഡിസിഷനൊക്കെ എടുത്ത് വേണമെങ്കിൽ ഇത് അപ്രൂവ് ചെയ്യാം, അല്ലെങ്കിൽ തിരിച്ച് കൊളീജിയത്തിൽ കൊടുക്കാം. പിന്നെ കൊളീജിയം അതേ പേര് തന്നെ പിന്നെയും തന്നാൽ ഗവൺമെന്റ് വേറെ വഴിയൊന്നുമില്ല. അങ്ങനെ പ്രസിഡന്റ് അടുത്ത് കറങ്ങി പ്രസിഡന്റ് അടുത്ത് പോയി അപ്പോയിന്റ്മെന്റ്, അങ്ങനെ ഒരു പ്രോസസ് ഉണ്ട്. അപ്പോൾ ഈ പ്രോസസ് എന്താണെന്ന് പഠിച്ചു വെക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. GS പേപ്പർ 2 പൊളിറ്റിക്കും പ്രിലിംസിന് വേണ്ടി. ഇൻഡിപെൻഡന്റ് പ്രോപ്പ് സോട്ട് അഗെയിൻസ്റ്റ് വിക്രം ഗൗഡാസ് എൻകൗണ്ടർ. ഇതൊരു ആർട്ടിക്കിൾ പറയുന്നതെന്ന് വെച്ചാൽ വിക്രം ഗൗഡ എന്ന് പറഞ്ഞൊരു മാവോയിസ്റ്റിനെ അല്ലെങ്കിൽ ഒരു നേതാവിനെ ഈ അടുത്ത് കർണാടകയിൽ പോലീസ് ആർമി അല്ലെങ്കിൽ ഇത് എൻകൗണ്ടർ ചെയ്തിട്ടുണ്ട്. ANF ആണ് എൻകൗണ്ടർ ചെയ്തിരിക്കുന്നത്, ആന്റി നക്സൽ ഫോഴ്സ്. ഇതിൽ പറയുന്നുണ്ട് ഇതൊക്കെ ശരിക്കും അന്വേഷിക്കപ്പെടണം, ശരിക്കും വിക്രം ഗൗഡ മാവോയിസ്റ്റ് ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ ഇവർ പറയുന്നുണ്ട് ആന്റി നക്സൽ ഫോഴ്സ് നടത്തുന്ന 98% മർഡേഴ്സും എൻകൗണ്ടേഴ്സും ഫേക്ക് ആണെന്നാണ് വാർത്ത പറയുന്നത്. ഇത് പ്രോ മാവോയിസ്റ്റ് ആർട്ടിക്കിൾ ആണെന്ന് എനിക്കറിയാം. അവർ പറയുന്ന മാവോയിസ്റ്റുകളെ നമ്മൾ അറ്റാക്ക് ചെയ്ത് കൊല്ലല്ല വേണ്ടത്, അവരെ സിസ്റ്റത്തിലേക്ക് ലയിപ്പിക്കുകയാണ് വേണ്ടത്. ദേ ഷുഡ് ബി ഇന്റഗ്രേറ്റഡ് ഇൻ ടു ദ സിസ്റ്റം. ഡു യു അഗ്രി വിത്ത് ദാറ്റ്? ഷുഡ് മാവോയിസ്റ്റ് ബി ഇന്റഗ്രേറ്റഡ് ഓർ ഷുഡ് മാവോയിസ്റ്റ് ബി ഹണ്ടഡ് ഡൗൺ ലൈക്ക് ദിസ്? സോ ദിസ് ഇസ് ദ ലാർജർ കേസ്. ഇതിൽ ഇവർ പറയുന്നത് എല്ലാ എൻകൗണ്ടേഴ്സും ഫേക്ക് ആണെന്നാണ് റിപ്പോർട്ട് പറയുന്നത്. പിന്നെ കണ്ടോ അപ്പുറത്തെ സൈഡിൽ ഇവിടെ മാവോയിസ്റ്റിനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന പറയുകയും ചെയ്യും. അപ്പുറത്തെ സൈഡിൽ കണ്ടില്ലേ 5 ട്രക്കുകളാണ് മാവോയിസ്റ്റുകൾ ബ്ലാസ്റ്റ് ചെയ്ത് കളഞ്ഞത്, ടോർച്ച് ചെയ്ത് കത്തിച്ച് കളഞ്ഞത്. അപ്പോൾ ഇത് ഇങ്ങനത്തെ സൈഡിൽ ഇപ്പുറത്തെ സംഭവങ്ങളും വരും, അപ്പുറത്ത് ഇതും വരും. അപ്പോൾ നിങ്ങൾ ഏത് വിശ്വസിക്കും? ഐറണി അല്ലേ? പിന്നെ JNK വളരെ പീസ്ഫുൾ സ്ഥലമാണ്, കാരണം ഫിലിം ഫെസ്റ്റിവൽ നടക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൽ 50ഓളം രാജ്യങ്ങളിൽ നിന്ന് ഫെസ്റ്റിവൽ കാണാൻ വേണ്ടി ആൾക്കാർ വരുന്നുണ്ട്. സോ വളരെ സമാധാനമാണ് കാശ്മീർ എന്ന് പറയുന്നത്. പക്ഷെ നമുക്കറിയാം എല്ലാ ദിവസവും മിലിറ്റൻസ് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്.
ബട്ട് ഡെഫിനറ്റ്ലി നല്ല പീസ്ഫുൾ ആക്കിയേ മാറ്റിയേ പറ്റുള്ളൂ. അടുത്ത പ്രധാനപ്പെട്ട ഇന്റർനാഷണൽ റിലേഷൻസ് ക്വസ്റ്റൻ ആണ്, വാട്ട് ഇസ് കാരിക്കോം? പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദിക്കാവുന്ന സാധനമാണ്. എന്താണ് ഈ കാരിക്കോം എന്ന് പറയുന്നത്? പ്ലീസ് റിമെമ്പർ, ഇതൊരു അസോസിയേഷൻ ആണ്. അവിടുത്തെ പ്രസിഡന്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഈ അടുത്ത് നരേന്ദ്രമോദി 3 സ്ഥലങ്ങളിൽ പോയെന്ന് പറഞ്ഞ് നൈജീരിയയിൽ പോകുന്നുണ്ട്, ഓൾറെഡി ബ്രസീലിൽ മറ്റേ G20 നടക്കുന്നുണ്ട്, ബ്രസീലിൽ പോകുന്നുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട വിസിറ്റ് ചെയ്യുന്ന ഒരു രാജ്യമാണ് ഗയാന. വാട്ട് ഇസ് ദിസ് ഗയാന? സോ വാട്ട് ഇസ് ദിസ് കാരിക്കോം? കാരിക്കോം എന്ന് പറയുമ്പോൾ വേറൊന്നുമല്ല, നമ്മൾ എപ്പോഴും കേട്ടിട്ടുണ്ടാവും കരീബിയൻ കൺട്രീസ്, കരീബിയൻ രാജ്യങ്ങൾ, ചെറിയ ചെറിയ ഐലൻഡ്സ് ആണ്. ഈ കരീബിയൻ രാജ്യങ്ങളാണ് ഏകദേശം 15ഓളം രാജ്യങ്ങളാണ് ഈ കാരിക്കോമിൽ മെമ്പേഴ്സ് ആയിട്ടിരിക്കുന്നത്. സോ 15 കൺട്രീസ് ഉണ്ട്. പിന്നെ പറയുന്നുണ്ട് കഴിഞ്ഞ 50 വർഷത്തിൽ ഇന്ത്യൻ ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് ഗയാനയിലോ കാരിബിയൻ വിസിറ്റ് ചെയ്തിട്ടില്ല, അത് നരേന്ദ്രമോദിയാണ് ഇവിടെ വിസിറ്റ് ചെയ്തിട്ടുള്ളത്. സോ നല്ലൊരു അസോസിയേഷൻ ആയിട്ടാണ് ഇന്ത്യയും. കാരിക്കോം എന്ന് ഉദ്ദേശിക്കുന്നത് കരീബിയൻ കമ്മ്യൂണിറ്റി എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. സോ ഏകദേശം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെ കുറെ എഗ്രിമെന്റുകൾ സൈൻ ചെയ്തിട്ടുണ്ട്. സോ ഈ എഗ്രിമെന്റിനെക്കാട്ടും കൂടുതൽ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഏകദേശം എത്ര രാജ്യങ്ങളുണ്ട് എന്നുള്ളൊരു കാൽക്കുലേഷൻ നിങ്ങൾക്ക് അറിയേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞില്ല, എല്ലാം പറയുന്നില്ല. ഇപ്പോൾ നിങ്ങൾ കേട്ടിട്ടുള്ള രാജ്യങ്ങളാണോ എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ആന്റിഗ്വ ആൻഡ് ബാർബദോസ്. ആന്റിഗ്വ ആൻഡ് ബാർബദോസ് എന്നൊരു രാജ്യമുണ്ട്. എല്ലാം കാരിബിയൻ കൺട്രീസ്. ബാർബദോസ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അതേപോലെ ബഹമാസ്. നിങ്ങൾ എത്രത്തോളം രാജ്യങ്ങൾ എനിക്ക് കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അഗെയിൻ ആന്റിഗ്വ, ബഹമാസ്, പിന്നെ അതേപോലെ ഗ്രാനഡ എന്ന് പറഞ്ഞ രാജ്യമുണ്ട്. അതേപോലെ ഗയാന ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഡൊമിനിക്ക എന്ന് പറയുന്ന രാജ്യമുണ്ട്. ബെലിസ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട്. പിന്നെ ബാർബദോസ്, ആന്റിഗ്വ ആൻഡ് ബാർബദോസ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അഗെയിൻ ഐലൻഡ് ഓഫ് ഹെയ്ത്തി ഐലൻഡ് എന്നൊക്കെ പറയുന്നത് കുറേ ഉണ്ട്. 15ഓളം ഇതേപോലത്തെ സ്ഥലങ്ങളാണ് നമുക്കിവിടെ. അപ്പോൾ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടതാണ് കാരിക്കോമിൽ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട കൺട്രീസ് നമുക്ക് നോക്കേണ്ടതുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട കുറേ ഡീലുകൾ സൈൻ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് 7 പില്ലറിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇതിന് ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്ന് പറയുന്നത് ഗയാന, 3.5 ലക്ഷം ഇന്ത്യക്കാർ അവിടെ ഉണ്ട്. ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ള ആൾക്കാർ ഗയാനയിലുണ്ട്. സോ പ്രധാനപ്പെട്ട 7 പില്ലർ സൈൻ ചെയ്തിട്ടുണ്ട്. 5 T's. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. വാട്ട് ഈസ് ദ 5 T's? 5 T എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ നോക്കാം. ട്രേഡ്, ടെക്നോളജി, ടൂറിസം, ടാലന്റ്, ട്രഡീഷൻ. ഇതാണ് 5 T's പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ട്രേഡ്, ടെക്നോളജി, ടൂറിസം, ടാലന്റ്, ട്രഡീഷൻ. അതേപോലെ 7 പില്ലേഴ്സും കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഐ തിങ്ക് 7 പില്ലേഴ്സ് ആർ ഓൾസോ പാർട്ട് ഓഫ് ദ ഡിസ്കഷൻ. അപ്പോൾ എന്തൊക്കെയാണ് ഈ 7 പില്ലേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. സോ പ്രധാനമായിട്ടും 1 എക്കണോമിക് ഓപ്പറേഷൻ, അഗ്രികൾച്ചർ, ഹെൽത്ത്, ഫാർമസ്യൂട്ടിക്കൽ, സയൻസ്, ഇന്നോവേഷൻ. 1, 2, 3, 4, 5, 6. അഗ്രികൾച്ചർ, ഫുഡ് സെക്യൂരിറ്റി, എക്കണോമിക് ഓപ്പറേഷൻ, അഗ്രികൾച്ചർ, ഫുഡ് സെക്യൂരിറ്റി, ഹെൽത്ത്, ഫാർമസ്യൂട്ടിക്കൽ, സയൻസ്, ഇന്നോവേഷൻ. ഇതൊക്കെയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നമ്മൾ ചർച്ച ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ $180 മില്യൺ ഇന്ത്യ സഹായിക്കുന്നുണ്ട്. ക്ലൈമറ്റ് ചേഞ്ചിനും സഹായിക്കുന്നുണ്ട് ഇന്ത്യ. ആൻഡ് അതേപോലെ SMEക്ക് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാമാണ് 7 പില്ലേഴ്സ്. ക്ലൈമറ്റ് ചേഞ്ച്, SME, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരിക്കോം എന്താണ്, ഏതൊക്കെ രാജ്യങ്ങളാണെന്നുള്ളതും ഹാവ് എ ഗുഡ് ഐഡിയ. പിന്നെ സ്പൊറാഡിക് വയലൻസ് ആൻഡ് EMS. മഹാരാഷ്ട്രയിലും പ്രശ്നങ്ങളുണ്ട്. കണ്ടോ, അടിച്ച് പൊളിച്ചിട്ടിരിക്കുന്നതാണോ പാർലി കോൺസ്റ്റിറ്റ്യുവൻസി. മഹാരാഷ്ട്രയിലെ ഇലക്ഷനാണ്. അപ്പോൾ ഇലക്ഷൻ വരുമ്പോൾ ഇതേപോലത്തെ ഇഷ്യൂ വരുമ്പോൾ ഭയങ്കര പ്രശ്നമാണ്. നമ്മുടെ നാട്ടിൽ കാണാത്തുണ്ട് ബൂത്ത് കയ്യേറാതെ കംപ്ലീറ്റ്ലി ഇവാക്യുവേറ്റ് എ ലോട്ട് ഓഫ് പീപ്പിൾ. അതുകൊണ്ടാണ് സെക്യൂരിറ്റി ഫോഴ്സസ് അത്രയും നന്നായി അവിടെ വർക്ക്ഔട്ട് ചെയ്യുന്നത്. ഇലക്ഷൻ്റെ മെഷീൻസിന് പ്രശ്നം വരുന്നത് ഇതൊക്കെയാണ് അവിടെ കൂടുതലും വന്നത്. പാലക്കാട് 70% ടേൺ ഔട്ട് ഉണ്ടെന്ന് പറയുന്നത്. അപ്പോഴും കണ്ടോ 70, 65, 75 എല്ലാം വരുന്നത്. പിന്നെ പൊളിറ്റിക്കൽ വാർത്തകളാണ്. പിന്നെ 10ഉം 12ാം ക്ലാസ്സിൻ്റെ CBSE എക്സാം 12th, 15th നടക്കും എന്ന് പറയുന്നുണ്ട്. ഇത് ഇന്നലെ ഭയങ്കര കോൺട്രവേഴ്ഷ്യൽ ആയിട്ടൊരു സംഭവമായിരുന്നില്ല. ഞാൻ ഇന്നലെ പറഞ്ഞ ഓർമ്മയുണ്ടോ? ഐഗോട്ട് എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോമാണ്. ഇൻ്റഗ്രേറ്റഡ് ഗവൺമെൻറ് ഓൺലൈൻ ട്രെയിനിങ് ആണ്. ഐഗോട്ട് വഴിയാണ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റ് മിനിസ്ട്രി, എനിക്ക് തോന്നുന്നു കൂടുതലും IASകാരാണ്, ഈ മിഷൻ കർമ്മയോഗി നരേന്ദ്രമോദി ഇറക്കിയ സിവിൽ സർവീസിന്റെ ട്രെയിനിങ് ആണ്. ഈ മിഷൻ കർമ്മയോഗിയുടെ ഈ ഐഗോട്ടിന്റെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാത്തവർക്ക് ആർക്കും സാലറി കൊടുക്കണ്ട എന്ന് പറഞ്ഞൊരു ഇന്നലെ ഒരു സർക്കുലർ ഇറക്കി. ഇന്ന് ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്റർ തിരിച്ചു വിളിച്ചു, അത് കുഴപ്പമില്ല, നിങ്ങൾ ട്രെയിനിങ് അറ്റൻഡ് ചെയ്താലും സാലറിനെ ബാധിക്കുന്നില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് അവരെത്തി. അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട വാർത്തയാണ്. പിന്നെ കട്ടൺ ഗോസ് ഫോർ IFFI. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ 43 രാജ്യങ്ങളിൽ നിന്ന് സിനിമകളും സെലക്ഷൻസ് ഒക്കെ വരുന്നതാണ്. ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഗോവ. സോ അത് വളരെ ഇതായിട്ട് നടക്കുന്നതാണ് ഫിലിം എൻതൂസിയാസ്റ്റിനൊക്കെ. പിന്നെ കോർട്ട് ഓർഡർ സർവേ കണ്ടക്റ്റഡ് ഓൺ ജമാ മസ്ജിദ് അറ്റ് സംഭാൽ. ഇത് വേറൊന്നുമല്ല, ജമാ മസ്ജിദ് ഓഫ് സംഭാൽ ഇത് വേറൊന്നുമല്ല, ഇതൊരു 16ാം നൂറ്റാണ്ടിലെ ഒരു മുഗൾ എറയിലെ ഒരു പള്ളിയാണ് ഉത്തർപ്രദേശിൽ. 16th സെഞ്ച്വറിയിലെ ഒരു മുഗൾ ടൈമിലെ ഒരു പ്രധാനപ്പെട്ട പള്ളിയാണ്. ഇതിലൊരു പ്രധാന രസം സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതിൽ
മുമ്പ് നടന്ന പല കേസുകളും, ഇപ്പോൾ വാരണാസി നടന്ന കേസുകളും പള്ളി അമ്പലമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ മഥുരയിൽ നടന്ന ഒരുപാട് കേസുകൾ ബാബറി മസ്ജിദ് പോലെ പള്ളി അമ്പലമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ബേസിക്കലി ഇവർ പറയുന്നത് ഈ പള്ളി മുമ്പ് ടെമ്പിൾ ആയിരുന്നു എന്നാണ്. അതും 16-ാം നൂറ്റാണ്ട് ഇവർ പറയുന്നുണ്ട്. 1500s പിന്നീട് 1529-ലോ 30-ലൊക്കെയാണ് ഈ പള്ളിനെ പിന്നീട് മാറ്റിയതെന്ന്. അപ്പോൾ ഇതിലെല്ലാം കേസ് നടത്തിയിട്ട് റീസർവേ നടത്തുകയാണ്, അല്ലെങ്കിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, വെരി ഇമ്പോർട്ടൻറ്റ് ഏജൻസി. യു ഷുഡ് നോ വാട്ട് ഈസ് ASI, വാട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ASI. ASI ഇതിനകത്ത് തീരുമാനം എടുത്തിട്ട് പറയണം ഇത് പള്ളിയായിരുന്നു അമ്പലമാണോ എന്നുള്ളത്. എന്നിട്ട് ഇവർ വേണ്ടത്ര റൈറ്റ്സും അല്ലെങ്കിൽ എക്സ്കവേഷൻസും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടും ഇത് മുമ്പ് അമ്പലമായിരുന്നു എന്ന് തെളിയിക്കാൻ പറ്റുന്നത്. കാരണം എളുപ്പമല്ല, കാരണം 500 വർഷം 600 വർഷം മുന്നത്തെ കാര്യമാണ്. ഇവിടെ അമ്പലമായിരുന്നു തെളിയിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഇങ്ങനത്തെ കേസുകൾ, പള്ളിയാണോ അമ്പലമാണോ എന്നുള്ള കേസുകൾ ഇന്ത്യയിൽ ഒരുപാട് നടക്കുന്നുണ്ട്. ഏറ്റവും രസം ഈ പറഞ്ഞ സാംഭാലിലെ പള്ളിയും വാരണാസിയിലും മഥുരയിലും ഇതിന്റെ മൂന്നിന്റെയും പള്ളിയല്ല ഇത് അമ്പലമായിരുന്നു എന്ന് പറഞ്ഞ് കേസ് കൊടുത്ത ആൾ ഒരേ ആളാണ്, വിഷ്ണു ശങ്കർ ജെയിൻ എന്ന് പറഞ്ഞ ഒരു ഒറ്റ ആൾ തന്നെയാണ് ഈ എല്ലാ കേസിന്റെയും പുറകിൽ. അയാൾ തന്നെയാണ് ഈ പെറ്റീഷൻ കൊടുക്കുന്നത്, ഇത് പള്ളിയല്ല ഇത് അമ്പലമായിരുന്നു എന്ന് പറയുന്നത്. സോ ഡെഫിനറ്റ്ലി ഇന്ത്യയിൽ അങ്ങനത്തെ ഒരുപാട് കേസുകൾ നടക്കുന്നുണ്ട് എന്നുള്ളൊരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉണ്ടാവണം. നോ അബൌട്ട് ദിസ്. Climate change is the biggest disruptor in aquaculture. Definitely FAO, Food and Agriculture Organization ആണ്. So you should know this agency. എന്താണ് FAO? റോമിലാണോ? ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ്. ഇങ്ങനെയൊക്കെ ചോദ്യം ചോദിക്കും. The Food and Agriculture Organization FAO is situated in Rome, headquartered at Rome. True or false? നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ എന്നെ കണ്ടുപിടിച്ചു അറിയാമോ? നിങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ചോദ്യം ചോദിക്കുക. അപ്പോൾ നാളെ FAOനെ കുറിച്ച് ചോദ്യം ചോദിച്ചാൽ നമ്മൾ ഞെട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഇറ്റ് ഇസ് ഇൻ ദ ന്യൂസ് ആൻഡ് വി ആർ സപ്പോസ് ടു നോ ഇറ്റ്. അക്വാകൾച്ചർ, ഫിഷിങ്ങിനും ബ്ലൂ എക്കോണമി, ഈ കോണ്ടെക്സ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഫിഷിങ്ങിനും ഇതിനകത്തൊക്കെ ബ്ലൂ എക്കോണമി, മൊത്തത്തിലുള്ള ഫിഷിംഗ് ഇൻഡസ്ട്രി, ക്ലൈമറ്റ് ചേഞ്ച് ഇതൊക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്ലൈമറ്റ് ചേഞ്ച് കാരണം ഫിഷിന്റെ ഡിസ്ട്രിബ്യൂഷൻ, മറൈൻ എല്ലാ എക്കോസിസ്റ്റം ഒക്കെ പ്രശ്നത്തിലാണ്. വേണ്ടത്ര ക്യാച്ച് ഒന്നും കിട്ടുന്നില്ല. ക്ലൈമറ്റ് ചേഞ്ച് മൊത്തത്തിൽ എല്ലാത്തിനെയും ഡിസ്റപ്റ്റ് ചെയ്യുകയാണെന്നുള്ള ഒരു കാര്യം കൂടെ ഇവിടെ പറയുന്നുണ്ട്. സോ അതാണ് ഇതിനകത്ത് കൂടുതലും പറയുന്നത്. ആ കാര്യങ്ങൾ ഇന്ത്യക്ക് നല്ലൊരു പൊട്ടൻഷ്യൽ ഉണ്ടെന്നാണ് പറയുന്നത്. അക്വാകൾച്ചറിൽ ഇന്ത്യ വളരെ നല്ല കാര്യത്തിലാണ്. ഗ്ലോബൽ ആവറേജിനെക്കാട്ടും കൂടുതലാണ് ഇന്ത്യയുടെ കോൺട്രിബ്യൂഷൻ എന്നാണ് പറയുന്നത്. സോ നോ അബൌട്ട് ഓൾ ദിസ്. ഓക്കെ, സോ അതാണ് അക്വാകൾച്ചറിനെ ക്ലൈമറ്റ് ചേഞ്ച് എക്സ്പെക്ട് ചെയ്യുന്നത്, ഒബ്വിയസ് അല്ലേ. പിന്നെ അടുത്തത് പ്ലാനറ്ററി ക്രൈസിസ് പുട്സ് ചിൽഡ്രൻ അറ്റ് റിസ്ക്. ഇതിനകത്ത് വേറെ കാര്യമൊന്നുമല്ല. ഏകദേശം ഇതിൽ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എത്ര കുട്ടികളാണെന്നില്ലേ, ഏകദേശം 1 ബില്യൺ കുട്ടികൾ ഇനി വരുന്ന ഒരുപാട് കാര്യങ്ങളിൽ ഭയങ്കര അധികം റിസ്കിലാണെന്നാണ് പറയുന്നത്. കുട്ടികളെല്ലാം ഭയങ്കരമധികം റിസ്കിലാണ്. എന്തിന്റെ റിസ്ക്കാണ്? പല തരത്തിലുള്ള റിസ്ക്കാണ് പറയുന്നത്. അതായത് ഡെമോഗ്രഫിക്കൽ ഷിഫ്റ്റ് കാരണം വരുന്ന റിസ്കുകളുണ്ട്, പൊല്യൂഷൻ കാരണം വരുന്ന റിസ്കുകളുണ്ട്, അതേപോലെ ടെക്നോളജി, ഫ്രോണ്ടിയർ ടെക്നോളജി എന്നാണ് വിളിക്കുന്നത്, പൊല്യൂഷൻ കാരണമുണ്ട്. അതേപോലെ ഡെമോഗ്രാഫിക് ഷിഫ്റ്റ് കാരണം, പൊല്യൂഷൻ കാരണം, ടെക്നോളജി കാരണം വരുന്നുണ്ട്, ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള, അതേപോലെ ഫ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്, ഹസാർഡ്സ്, ബാക്കിയുള്ള ഹസാർഡ്സ്, AI, നാനോ ടെക്നോളജി, അതേപോലെ എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, ഇങ്ങനെ പല കാര്യങ്ങളും കൊണ്ട് നമ്മളിതൊക്കെ വലിയ വലിയ കാര്യങ്ങളാണെന്ന് പറയും. ഇപ്പോൾ ഡെമോഗ്രാഫിക് സിറ്റുവേഷൻ മാറുന്നുണ്ട്, പുതിയ യങ്സ്റ്റേഴ്സ് വരുന്നുണ്ട്, കുട്ടികൾ, യങ് പോപ്പുലേഷൻ കൂടുതൽ വരുന്നുണ്ട്. പക്ഷേ യങ് പോപ്പുലേഷൻ അനുസരിച്ചിട്ടുള്ള റിസോഴ്സസ് ഉണ്ടോ ഇവിടുത്തെ കുട്ടികൾക്ക്? പൊല്യൂഷൻ കാരണം എന്തോരം വാട്ടർ പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ, AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, പുതിയ പുതിയ സംഭവങ്ങൾ വരുന്നു. കുട്ടികൾ കൂടുതലും ഇന്റർനെറ്റിന് എക്സ്പോസ്ഡ് ആവുന്നതോറും ഇവർക്ക് വേണ്ടത്ര സെക്യൂരിറ്റി ഉണ്ടോ? ഇവർക്ക് എന്തൊക്കെ അസുഖങ്ങൾ വരുന്നുണ്ട്? ചിക്കൻ ഗുനിയ, സിക്ക വൈറസ്, പോളിയോ ഇഷ്യൂസ്, ഇതൊക്കെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഹസാർഡ്സ്, ഫ്ലഡ് മാത്രമല്ല, എന്തൊക്കെ പല രാജ്യങ്ങളും ഫ്ലഡ്, ഹസാർഡ്സും ലാൻഡ് സ്ലൈഡ് വരുന്നുണ്ട്. ഇതിനൊക്കെ കുട്ടികൾ പ്രിപ്പയർഡ് ആണോ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ നോക്കുമ്പോൾ മൊത്തത്തിൽ ദ വേൾഡ് ഇസ് അറ്റ് റിസ്ക്. വേൾഡ് മൊത്തം റിസ്കിലാണ് എന്നാണ് യൂണിസെഫ് പറയുന്നത്. FAO മനസ്സിലാക്കി വാട്ട് ഈസ് യൂണിസെഫ് എന്നുള്ളതും കൂടെ, എന്താണ് യൂണിസെഫ് എന്നുള്ളതും കൂടെ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റണം. കണ്ടോ, നമ്പർ ഓഫ് ചിൽഡ്രൻസ്, ഏറ്റവും കൂടുതൽ കുട്ടികളുള്ളതുണ്ട് ഇന്ത്യയിലാണ്, 350 മില്യൺ. ഇന്ത്യ കഴിഞ്ഞാൽ ഇത് റെക്കോർഡാണ്. ദ കൺട്രീസ് വിച്ച് മേ ഹാവ് ദ ലാർജസ്റ്റ് നമ്പർ ഓഫ് ചിൽഡ്രൻ ഇൻ ദ 2050s, ഇന്ത്യ ഡെഫിനറ്റ്ലി, ഇന്ത്യ, ചൈന, നൈജീരിയ, പാകിസ്ഥാൻ, എത്യോപ്യ, US, ഇന്തോനേഷ്യ, ബാംഗ്ലാദേശ്. ഇതിലൊക്കെ ഒരു കാര്യം ശ്രദ്ധിച്ചോ, US ഒഴികെ ബാക്കി രാജ്യങ്ങളെല്ലാം ഒരു ഡെവലപ്പിംഗ് കൺട്രീസ് ആണ്, അല്ലെങ്കിൽ താഴേക്കുള്ള അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിൽ വരുന്ന കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരാണ്. സോ ഇത് റിപ്പോർട്ടാണ്, ഓർത്ത് വയ്ക്കുക, പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. 1 billion living in countries with high risk of climate and environment. UNICEF state of world children, the state of, basically ഇത്രയേ ഉള്ളൂ. ആരാണ് SOWC റിപ്പോർട്ട് ഇറക്കുന്നത്? പരീക്ഷയ്ക്ക് ചോദിക്കാം. ഹൂ ഇസ് റിലീസിങ് SOWC റിപ്പോർട്ട്? യൂണിസെഫിന്റെ ആണ്. ഏകദേശം
1 ബില്യൺ കുട്ടികളാണ് എൻവയോൺമെന്റ് ഹസാർഡും ക്ലൈമറ്റ് ചേഞ്ചും നടക്കാൻ പോകുന്ന രാജ്യങ്ങളിൽ താമസിക്കുന്നത്. അപ്പോൾ അവരുടെ അവസ്ഥ എന്താണെന്നാണ് ചോദിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഡിജിറ്റലൈസേഷൻ, AI, അതിൻ്റെ കാര്യങ്ങളൊക്കെ കുട്ടികൾ ഇവിടെ സംഭവിക്കാൻ പോകുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ ഈ പ്രശ്നം സംഭവിക്കുമ്പോൾ അവിടുത്തെ കുട്ടികളുടെ അവസ്ഥ എന്താണെന്നാണ് ഈ റിപ്പോർട്ട് ചോദിക്കുന്നത്. സോ ഫോർ ദി എക്സാമിനേഷൻ പ്ലീസ് റിമെമ്പർ വാട്ട് ഇസ് SOWC റിപ്പോർട്ട്. യൂണിസെഫ് ഇറക്കുന്ന റിപ്പോർട്ടാണ് SOWC. ഓക്കെ, ഓർത്ത് വെക്കുക. പിന്നെ പ്രധാനപ്പെട്ട വാർത്ത ബിസിനസ്സിൽ എക്കണോമിക്സ്, ഇനി കുറച്ച് എക്കണോമിക്സ് റിലേറ്റഡ് വാർത്തകളാണ്. മോസ്റ്റ് സ്റ്റീൽ ഇമ്പോർട്ട്സ് ഫ്രം FTA നേഷൻസ് ഡ്യൂട്ടി ഹൈക്ക് ഇൻഎഫക്റ്റീവ്. 2 വരി ഉണ്ടെങ്കിലും നമുക്ക് 2 വരി ഇതിനകത്തുള്ളൂ, പക്ഷേ ഇതിനകത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ദിസ് കോൾസ് ഫോർ എ ലാർജർ അറ്റൻഷൻ. ഇതിൻ്റെ കഥ ഞാൻ പറഞ്ഞുതരാം വളരെ ഷോർട്ടായിട്ട്. ഇതിൻ്റെ എക്കണോമിക്സ് എപ്പോഴും കഥ പോലെ പഠിക്കുന്നതാണ് നല്ലത്. നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഇത് ഇന്ത്യ, ഇതിവിടെ ഇന്ത്യ ഉണ്ട്. ഇത് ഇന്ത്യ എന്ന് പറയുന്ന സംഭവമാണ്. അല്ലെങ്കിൽ നമുക്ക് കാര്യം ചെയ്യാം, ഇത് നമ്മുടെ ഡൊമസ്റ്റിക് മാർക്കറ്റ്, നമ്മുടെ ഇന്ത്യയിലെ മാർക്കറ്റാണെന്ന് വിചാരിച്ചാൽ മതി. ഇന്ത്യയിലെ മാർക്കറ്റ്, ഇത് ഔട്ട്സൈഡ് ഇന്ത്യ, പല പല രാജ്യങ്ങളുണ്ട് എന്ന് വിചാരിക്കാം. ഇവിടെ നമ്മൾ നോക്കുന്നത് സ്റ്റീൽ പ്രൊഡക്ഷനാണ്. ഇതിൻ്റെ കഥ മാത്രം മനസ്സിലാക്കിയോ. നോ ദ സ്റ്റോറി ഓഫ് എക്കണോമിക്സ്. ഇവിടെ ഓൾറെഡി സ്റ്റീൽ നമ്മൾ പുറത്തുനിന്ന് ഈ രാജ്യങ്ങൾ A എന്ന് പറഞ്ഞ രാജ്യമുണ്ട്, B എന്ന് പറഞ്ഞ രാജ്യമുണ്ട്, C എന്ന് പറഞ്ഞ രാജ്യമുണ്ട്. ഇത് മനസ്സിലാക്കണം. അതുകൊണ്ട് ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്, ഇവിടെ നിന്നൊക്കെ നമ്മൾ സ്റ്റീൽ എടുക്കുന്നുണ്ട്, ഇന്ത്യയിലേക്ക് സ്റ്റീൽ വാങ്ങിക്കുന്നുണ്ട്. അതേപോലെ Xും Yയും എന്ന് പറയുന്ന നമ്മുടെ ഇന്ത്യൻ പ്രൊഡക്ഷേഴ്സും ഇന്ത്യക്കാരും സ്റ്റീൽ ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ ഇന്ത്യയിൽ സ്റ്റീൽ ഉണ്ടാക്കുന്നില്ലേ? പ്രശ്നം ഈ സ്റ്റീലുകളെല്ലാം വന്ന് ചേരുന്ന മാർക്കറ്റ് ഇന്ത്യയാണ്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ A ഉണ്ടാവും, B ഉണ്ടാവും, C ഉണ്ടാവും, X ഉണ്ടാവും, Y ഉണ്ടാവും. പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ABC സ്റ്റീൽ, നമ്മുടെ ഇന്ത്യൻ സ്റ്റീലാണ് Xും Yയും. പുറത്തെ സ്റ്റീലുകൾ പലപ്പോഴും ഭയങ്കര ചീപ്പാണ്. ചൈനീസ് സ്റ്റീൽ എന്നൊക്കെ പറയുന്നത് വളരെ ചീപ്പ് ക്വാളിറ്റിയാണ്, അല്ലെങ്കിൽ ചീപ്നെസ് വളരെ വില കുറവാണ്. മാർക്കറ്റിൽ അപ്പോൾ ആൾക്കാർ എന്ത് വാങ്ങിക്കും? കൂടുതലും നമ്മൾ ഇമ്പോർട്ട് സാധനങ്ങളെ വാങ്ങിക്കുകയുള്ളൂ. ABC ഇതൊക്കെയാണ് കൂടുതൽ വാങ്ങിക്കുക. അപ്പോൾ നമ്മുടെ ഡൊമസ്റ്റിക്കിനെക്കാട്ടും കൂടുതൽ ഇവർ ഈ സ്റ്റീലിന് പ്രിഫറൻസ് കൊടുക്കും, കാരണം അത് ഭയങ്കര ചീപ്പാണ്. നമ്മളിതിനെ കൂടുതൽ പൈസ കൊടുക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഡൊമസ്റ്റിക് ആൾക്കാർ പരാതിപ്പെടുന്നുണ്ട്, നിങ്ങൾ പുറത്തുനിന്ന് വരുന്ന ലോ ക്വാളിറ്റി സ്റ്റീലിൻ്റെ മുകളിൽ ഇമ്പോർട്ട് ടാരിഫ് വെക്കണം. ഒരു തരത്തിൽ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ, ഇമ്പോർട്ട് ടാരിഫ് എന്ന് മനസ്സിലായില്ലെങ്കിൽ കുറച്ചുകൂടെ എളുപ്പത്തിൽ മനസ്സിലാക്കാം. അതായത് ഇവിടെ ഈ മാർക്കറ്റിൽ 10 രൂപയുടെ സ്റ്റീൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഇവിടെ കയറുമ്പോൾ ഇതിന് മുകളിൽ ടാരിഫ് അടിച്ചിട്ട് ഇത് ലോ ക്വാളിറ്റി സാധനം വെക്കുന്നത്. അപ്പോൾ നമ്മുടെ ഡൊമസ്റ്റിക് സാധനം വിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരു കാര്യം ചെയ്യും, 10 രൂപയ്ക്ക് പകരം ഒരു 10,000 രൂപയ്ക്ക് നിങ്ങളിവിടെ മാർക്കറ്റിൽ വിൽക്കുക. അപ്പോൾ ക്വാളിറ്റി ഉണ്ടെങ്കിൽ വാങ്ങിച്ചാൽ മതി. പക്ഷേ ഒരു പ്രധാന പ്രശ്നമുണ്ട്. അവിടെയാണ് എക്കണോമിക്സിൽ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്. വാട്ട് ഈസ് ദ കോൺസെപ്റ്റ് ഓഫ് ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ്? നമ്മുടെ ഇവിടെ പ്രൊമോട്ട് ചെയ്യുന്ന ഏകദേശം 62% ഇമ്പോർട്ടും നമ്മൾ ഇന്ത്യ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് വെച്ച് കൺട്രീസിൽ നിന്നാണ് ഇമ്പോർട്ട് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് വെച്ചുകൊണ്ട് നമുക്ക് ടാക്സ് അടിക്കാൻ പറ്റില്ല, ടാരിഫ് അടിക്കാൻ പറ്റില്ല. ഫ്രീ ട്രേഡ് അല്ലേ, ഫ്രീ സീറോയിലല്ലേ വരുന്നത്. അപ്പോൾ ഇവിടുത്തെ ഡൊമസ്റ്റിക് സ്റ്റീൽ ബയേഴ്സിനെ സപ്പോർട്ടും ചെയ്യണം. ചീപ്പ് ക്വാളിറ്റി സ്റ്റീൽ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യും, എങ്ങനെ ഈ പ്രശ്നം സോൾവ് ചെയ്യും, ഇത് കൂട്ടാനും പറ്റില്ല. അങ്ങനെ കൂട്ടിയ FTA എഗ്രിമെന്റിന്റെ വയലേഷൻ ആയില്ലേ. ഇതാണ് ഇന്ത്യൻ സ്റ്റീൽ ഇൻഡസ്ട്രിയിൽ ഏറ്റവും വലിയൊരു ചലഞ്ച്. ഇത് സംഭവം ഒരു ചെറിയ വാർത്തയാണെങ്കിലും ഐ തോട്ട് യു ഷുഡ് നോ അബൌട്ട് ദിസ് ന്യൂസ്. ഇത് അറിഞ്ഞിരിക്കുന്ന വളരെ നല്ലതാണെന്ന് തോന്നി. പിന്നെ മൂഡീസ് എന്ന് പറയുന്നത് ഓൾറെഡി റേറ്റിംഗ് ഏജൻസിയാണ്. അതിൽ ഇന്ത്യയുടെ ഗ്രോത്ത് സ്ലോ ഡൗൺ ചെയ്യുകയാണെന്നാണ് പറയുന്നത്. എന്നാലും ഇന്ത്യ കയറും എന്ന് പറയുന്നുണ്ട്. ഒന്ന് കുറയും പിന്നെയും കയറും. അപ്പോൾ മൂഡീസ്, അതേപോലെ തന്നെ ICRA, ഇതും ഒരു റേറ്റിംഗ് ഏജൻസിയാണ്. അവർ പറയുന്നത് ഇന്ത്യയുടെ GDP ഗ്രോത്ത് റേറ്റ് ഇസ് പ്രൊജക്റ്റഡ് അറ്റ് 6.5%. അപ്പോൾ GDP ഗ്രോത്ത് റേറ്റ് 6.5% ആണെന്ന് പറയുന്നുണ്ട്. അതേപോലെ ഇന്ത്യയുടെ വിത്ത് ഗ്രോസ് വാല്യൂ ആഡഡ് റൈസിങ് 6.6 to 8.3. അപ്പോൾ GVA 6.8% ആയി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എക്കണോമിക്സ് അറിയാത്ത ആൾക്കാർ, അല്ലെങ്കിൽ ഇപ്പോഴും മനസ്സിലാവാത്ത ആൾക്കാർക്ക്, എത്ര പേർക്ക് ഞാൻ ചോദിക്കട്ടെ ഇപ്പോഴും ഗ്രോസ് വാല്യൂ ആഡഡ് എന്താണെന്ന് മനസ്സിലായി? വളരെ സിമ്പിൾ കഥ എന്താണ് ഗ്രോസ് വാല്യൂ ആഡഡിൻ്റെ കഥ മനസ്സിലായോ നിങ്ങൾക്ക് ഇപ്പോഴും? ഞാൻ പലപ്പോഴും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. ഐ ക്യാൻ ആക്ച്വലി എക്സ്പ്ലെയിൻ ഇറ്റ് വൺസ് അഗെയിൻ ഫോർ യു. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ചെയർ ഉണ്ടാക്കിയ കഥ പെട്ടെന്ന് പറഞ്ഞാൽ, ഒരു ചെയർ ഉണ്ടാക്കിയ കഥ പറയാം. ഇറ്റ്സ് ദ വാല്യൂ. ഒരു ചെയർ ഉണ്ടാക്കണമെങ്കിൽ ഞാനൊരു കാർപ്പൻ്ററാണ്. ചെയർ ഉണ്ടാക്കണം, എനിക്ക് വുഡ് വേണം. ഓക്കെ, എനിക്ക് വുഡ് വേണം, അതേപോലെ പെയിൻറ്റ് വേണം, അതേപോലെ സ്ക്രൂ വേണം, കുറേ സ്ക്രൂ വേണം, ഒരു ഷാർപ്നർ അല്ലെങ്കിൽ ഒരു നൈഫ് വേണം എന്നൊക്കെ വിചാരിക്കാം. എനിക്ക് ചിപ്സിൽ എനിക്ക് ഇത്രയും കാര്യങ്ങൾ വേണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചേർത്തിട്ട് എനിക്ക് വന്നൊരു കോസ്റ്റ് എന്ന് പറയുന്നത് 2000 രൂപയാണ്. എനിക്ക് വന്ന ഏറ്റവും വലിയ സാധനം എന്ന് വെച്ചാൽ എനിക്ക് വന്ന ചിലവെന്ന് പറയുന്നത് 2000 രൂപയാണ് എനിക്ക് വന്ന ചിലവ്. ഞാൻ ഇവിടെ എന്താണ് ഇത്രയും സംഭവം ഉണ്ടാക്കി ഞാനൊരു വളരെ ബ്യൂട്ടിഫുൾ ചെയർ ക്രിയേറ്റ് ചെയ്തു. ക്രിയേറ്റ് എ വണ്ടർഫുൾ ചെയർ. ഇനി ഈ ചെയർ എനിക്ക് മാർക്കറ്റിൽ വിൽക്കണം. ഞാൻ ഈ ചെയർ 2000 രൂപയ്ക്കല്ലല്ലോ വിൽക്കുന്നത്. അതാണല്ലോ ബിസിനസ് എന്ന് പറയുന്നത്, കച്ചവടം. ഈ ചെയർ ഞാൻ 8000 രൂപയ്ക്കാണ് വിൽക്കുന്നത്. അപ്പോൾ 8000 രൂപയ്ക്ക് ചെയർ ഒരു കസ്റ്റമർ വാങ്ങുമ്പോൾ നമ്മൾ മൈനസ് ചെയ്യും. എൻ്റെ ആകെ 2000 രൂപ എനിക്ക് ചെയർ ഉണ്ടാക്കാൻ എനിക്ക് വന്നുള്ളൂ,
പക്ഷേ എൻ്റെ ഷെയർ വിറ്റത് 8,000 രൂപയ്ക്കാണ്. അപ്പോൾ മൈനസ് ചെയ്യുമ്പോൾ എനിക്ക് വന്ന ലാഭത്തെക്കാട്ട് കൂടുതൽ പ്രോഫിറ്റ് എന്നല്ല കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, ഈ 6,000 റുപ്പീസ് എന്ന് പറയുന്നതാണ് ഞാൻ ക്രിയേറ്റ് ചെയ്ത വാല്യൂ. ദാറ്റ് ഈസ് GVA, ഗ്രോസ് വാല്യൂ ആഡഡ് എന്ന് ഉദ്ദേശിക്കുന്നത് 6,000 രൂപ ഞാൻ ക്രിയേറ്റ് ചെയ്ത വാല്യൂ ആണ്. അപ്പോൾ പ്രോഫിറ്റ് എന്നല്ല, അപ്പോൾ അതാണ് എൻ്റെ GVA ക്രിയേറ്റഡ്. സോ ഈ ഗ്രോസ് വാല്യൂ ആഡഡ് എന്താണെന്നുള്ളതും കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ വളരെ പെട്ടെന്ന് ഒരു എക്സാമ്പിൾ തന്നത്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദിസ് കോൺസെപ്റ്റ്. ഓക്കെ, പിന്നെ അടുത്തത് ഈ ആ ടെലികോസിൻ്റെ ആർട്ടിക്കിളിലേക്ക് ഞാൻ വരാം. അത് കുറച്ച് കൺഫ്യൂസിംഗ് ആണ്, എന്നാലും ഞാനത് പെട്ടെന്ന് പറഞ്ഞു പോകേണ്ട ഒരു കാര്യമാണ്. സോ ലെറ്റ് മീ ടേക്ക് യു ദിസ്. ഈ RBIയുടെ പുതിയ ബുള്ളറ്റിൻ വന്നിട്ടുണ്ട്. ബുള്ളറ്റിനിൽ പറയുന്നുണ്ട് അത് പുതിയ കാര്യങ്ങളൊന്നും അല്ല, ഓൾറെഡി പല കാര്യങ്ങളും ബുള്ളറ്റിനകത്ത് പല കാര്യങ്ങളും ഇതിനകത്ത് ഒന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. സോ ഓൾറെഡി ഇൻഫ്ലേഷൻ വളരെ കൂടുതലാണെന്നുണ്ട്, ഇൻഫ്ലേഷൻ കൂടുന്നുണ്ട്, ഇൻഫ്ലേഷൻ വളരെയധികം കൂടുന്നുണ്ട്. ആൾക്കാർ ഇൻഫ്ലേഷൻ കൂടിക്കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താ? ആൾക്കാർ വളരെ കുറച്ചേ സ്പെൻഡ് ചെയ്യുള്ളൂ, നമ്മുടെ സ്പെൻഡിങ് വളരെ കുറയും. നമ്മൾ സ്പെൻഡ് ചെയ്തില്ലെങ്കിൽ എക്കോണമി എന്ത് സംഭവിക്കും? എക്കോണമി കംപ്ലീറ്റ്ലി ഹേർട്ട് ആവില്ല. നമ്മളാരും ഒന്നും വാങ്ങിക്കുന്നില്ലെങ്കിൽ പിന്നെ എക്കോണമി ഹേർട്ട് ആവും, എക്കോണമി വിൽ ബി ലോ. നമ്മൾ ഇൻഫ്ലേഷൻ വന്നാൽ നമ്മൾ വില കൂടും, സാധനങ്ങൾക്ക് വില കൂടി, നമ്മൾ വാങ്ങിക്കുന്നില്ല, നമ്മൾ പിന്നെ വാങ്ങിക്കാമെന്ന് വിചാരിക്കും, ആരും ഒന്നും ഉപയോഗിക്കാണ്ട് വരും. ആൾക്കാർ പൈസ സ്പെൻഡ് ചെയ്തില്ലെങ്കിൽ മാർക്കറ്റിൽ പൈസ ഇല്ല, എക്കോണമി മൊത്തത്തിൽ ഹേർട്ടായി. പിന്നെ അതേപോലെ അർബൻ ഡിമാൻഡ് കുറവാണെന്ന് പറഞ്ഞിരുന്നു. അർബൻ ഏരിയാസിൽ ആൾക്കാർ വാങ്ങിക്കുന്ന കുറഞ്ഞു പോയി. അതേപോലെ റൂറൽ ഏരിയാസിൽ റൂറൽ ഡിമാൻഡ് ഹൈ ആണെന്ന് പറയുന്നുണ്ട്. കഴിഞ്ഞ കുറേ ദിവസമായിട്ട് പറയുന്നത് അർബൻ ഡിമാൻഡ് ലോ ആണ്, റൂറൽ ഡിമാൻഡ് ഹൈ ആണ്, ആൾക്കാർ കൂടുതൽ വാങ്ങുന്നുണ്ട്. അപ്പം ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ. അതേപോലെ ബിസിനസ് എക്സ്പാൻഷനും കുറവാണ്. മൊത്തത്തിൽ നമ്മൾ പറയത്തില്ലേ മാർക്കറ്റ് ഡള്ളാണ്. എല്ലാ ബിസിനസ്സുകാരും എല്ലാവരും പറയുന്നത് കേട്ടിട്ടുണ്ട്, മാർക്കറ്റ് പൊതുവെ ഡള്ളാണ്. എല്ലാവരും അത് ചുമ്മാ ദുരന്തം പറയുന്നതാണെങ്കിൽ പോലും മാർക്കറ്റ് മൊത്തത്തിൽ ഡള്ളാണെന്ന് പറയാറുണ്ട്. അപ്പോൾ ബിസിനസ് എക്സ്പാൻഷനും കുറവാണെന്ന് പറയാൻ കാരണം കോസ്റ്റ് കൂടുകയാണ്, ഇൻഫ്ലേഷൻ കൂടുകയാണ്. അപ്പോൾ ആൾക്കാർക്ക് ബിസിനസ്സിൽ ഇറക്കുന്ന ആൾക്കാർക്ക് കോസ്റ്റ് കൂടുന്നതുകൊണ്ട് അവർക്ക് ലാഭം കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് വെച്ചാൽ ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല, സ്ലോ ഡൗൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതാണ്. പക്ഷെ എന്നാലും കുറച്ച് ഭാഗ്യം, കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റും കുറച്ച് എക്കോണമി ഒന്ന് ബെറ്റർ ആയി. കാരണം ഫെസ്റ്റീവ് സ്പെൻഡിങ് നടന്നു. ദിവാലി, പൂജ ഹോളിഡേയ്സ്, ദശരയൊക്കെ വന്നപ്പോൾ കുറേ ഫെസ്റ്റീവ് വന്നപ്പോൾ ആൾക്കാർ കുറച്ചും കൂടെയൊക്കെ സ്പെൻഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ചൊരു ഭേദം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് RBIയുടെ റിപ്പോർട്ട് ഇറക്കിയതിൻ്റെ ബുള്ളറ്റിൻ്റെ സമ്മറിയാണ് ഞാൻ പറഞ്ഞത്. ഇനി അടുത്തത് ഇത് മനസ്സിലാക്കണേ കുറച്ച് ഇതൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഞാൻ 2 മിനിറ്റിലേക്കാട്ടും കൂടുതൽ ഇതൊന്ന് പെട്ടെന്നൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് തരാം. ഈ സെൻവാറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. എന്താണ് ഈ സെൻവാറ്റ് എന്ന് നിങ്ങൾ ബേസിക്കലി സെൻവാറ്റ് എന്താണെന്നുള്ളതും കൂടെ നമുക്ക് ഇതിനകത്തുനിന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. എന്താണ്, വാട്ട് ഈസ് ദിസ് കോൺസെപ്റ്റ് ഓഫ് സെൻവാറ്റ്? സെൻട്രൽ വാല്യൂ ആഡഡ് ടാക്സ് ആണ് സെൻവാറ്റ് എന്ന് പറയുന്നത്. സെൻട്രൽ വാല്യൂ ആഡഡ് ടാക്സ് ആണ് സെൻവാറ്റ്. ഇനി ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഓക്കെ, ഇനി വളരെ ശ്രദ്ധിച്ച് നിങ്ങളിത് കേൾക്കണം. ഇതിൻ്റെ കഥ കേട്ടാൽ മതി, അല്ലെങ്കിൽ മുഴുവൻ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതായത് ഒരു മൊബൈൽ കമ്പനിയാണ്, അല്ലെങ്കിൽ ടെലികോസ് അല്ലെങ്കിൽ ടെലികോം കമ്പനി. നമ്മളൊരു ടെലികോം കമ്പനി ഇറക്കി. ഇപ്പം എൻ്റെ പേരിൽ തന്നെ ടെലികോം കമ്പനി ഇറക്കി എന്ന് വിചാരിച്ചു. ഇപ്പോൾ അർജുൻ ടെലികമ്മ്യൂണിക്കേഷൻ എൻ്റെ പേരിൽ തന്നെ കമ്പനി ഉണ്ടാക്കി. അപ്പോൾ ഈ കമ്പനി ഉണ്ടാക്കുന്ന സമയത്ത് എനിക്ക് ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട് കമ്പനിയിൽ. അപ്പോൾ ഞാനൊരു ടെലികോം കമ്പനി ഉണ്ടാക്കണമെങ്കിൽ ഇതേപോലത്തെ കുറേ ടവറുകൾ ഉണ്ടാക്കുന്നുണ്ട്. PFB എന്നൊക്കെ പറയുന്ന പോലെ ഇതേപോലെ വലിയ വലിയ ടവറുകളും കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ ഉണ്ടാക്കി വെക്കണം. കാരണം ഈ ടവർ ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ എനിക്ക് നിങ്ങൾക്ക് ഇപ്പുറത്തെ സൈഡിൽ നല്ല ടെലികോം സർവീസ് കൊടുക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് നല്ലവണ്ണം കോൾ ചെയ്യാനും നിങ്ങൾക്ക് ഓഫർ തരാനും നല്ല അൺഇൻറ്ററപ്റ്റഡ് കോൾ ചെയ്യണമെങ്കിലും എനിക്ക് ഇത്രയും ടവറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയാലേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇത് ഉണ്ടാക്കാനുള്ള കണ്ടോ, ഇതിനകത്ത് എന്തോരം റിസീവേഴ്സും കാര്യങ്ങളും കണക്റ്റഡ് ആണ്. കോൾ ഇറ്റ് PFB എന്ന് പറയുന്ന പോലെ കുറേ കാര്യങ്ങൾ, അതിൻ്റെ ഷെൽട്ടർ, ഇതിൻ്റെ ഒരു ഹൗസിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ഉണ്ടാക്കി വെക്കാൻ. അപ്പോൾ ഇത് ഇൻവെസ്റ്റ് ചെയ്യാതെ എനിക്ക് വേറെ വഴിയില്ല. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇത്രയും ഒരു കമ്പനി ഉണ്ടാക്കുമ്പോൾ ഞാൻ ഈ ടവർ ഉണ്ടാക്കാനും ഈ കാര്യം ഉണ്ടാക്കാനൊക്കെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യണമല്ലോ, ഞാൻ പൈസ ഇടണ്ടേ? ഈ ഓരോ ടവർ വെക്കുമ്പോഴും എനിക്ക് ടാക്സ് ഉണ്ട്, എക്സൈസ് ഡ്യൂട്ടി ഉണ്ട്. നിങ്ങൾ ഇന്ത്യയിൽ എന്ത് സാധനം വാങ്ങിച്ചാലും അതിനകത്ത് ചെറിയൊരു, ഇപ്പോൾ ഒരാൾ ടോയ് കമ്പനി ഉണ്ടാക്കുകയാണ്, അയാൾ 100 ടോയ് ഉണ്ടാക്കി, ഓരോ ടോയ്ക്കും ഒരു എക്സൈസ് ഡ്യൂട്ടി ഉണ്ട്. നമ്മൾ ഉണ്ടാക്കുന്ന എന്തിനെങ്കിലും ഒരു കോൺസെപ്റ്റ് നമുക്ക് ടാക്സ് കൊടുക്കണം. അപ്പോൾ ഒരു എക്സൈസ് ഡ്യൂട്ടി ഉണ്ടെന്ന് വിചാരിക്കുക, ഒരു ഡ്യൂട്ടി ടാക്സ് ഉണ്ട്. അപ്പോൾ ശരിക്കും ഞാൻ ഏതാണ്ട് 100 ടവർ വെച്ചു. 100 ടവർ വെച്ച് കഴിഞ്ഞു. എന്നിട്ട് ഞാൻ ഫൈനലി ടാക്സ് വെച്ചു. ഇവിടെയാണ് ടാക്സ് ഓൺ ടാസ്ക് അല്ലെങ്കിൽ കാസ്കേഡിംഗ് എഫക്റ്റ് ഓഫ് ടാസ്ക് എന്നുള്ളത് നമ്മൾ പലപ്പോഴും എക്കണോമിക്സിൽ പറയുന്ന ഒരു കോൺസെപ്റ്റാണ്. ഇറ്റ്സ് കോൾഡ് കാസ്കേഡിംഗ് എഫക്റ്റ്. ഇറ്റ്സ് കോൾഡ് ടാക്സ് ഓൺ ടാക്സ്. ടാക്സിൻ്റെ മുകളിൽ ടാക്സ്. ഇതൊക്കെ ഞാൻ ഉണ്ടാക്കി, ടാക്സും കാര്യങ്ങളൊക്കെ കൊടുത്ത് ടവറൊക്കെ വെച്ചിട്ട് ഞാൻ ഫൈനലി എൻ്റെ സർവീസ് എന്താണ്, ടെലികോം ഓപ്പറേറ്റർ, ഞാൻ കോൾ സർവീസ് കൊടുക്കുകയാണ്. ഞാൻ ഒരു സംഭവത്തിന് ഇതെല്ലാം വെച്ചതിന് ശേഷം ഞാൻ അസ്യൂം ചെയ്യട്ടോ, അസ്യൂം ചെയ്യുക ഞാനൊരു 100 രൂപയുടെ സർവീസ് വിൽക്കുകയാണ്. അപ്പോൾ ഈ 100 രൂപയുടെ സർവീസ് വിൽക്കുമ്പോഴും പ്ലസ് ടാക്സ് എനിക്ക് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് എന്തിനാണ് എനിക്ക് ഡബിൾ കൗണ്ടിങ് വരുന്നത്? ഞാൻ ഓൾറെഡി എക്സൈസ് ഡ്യൂട്ടി ഓരോ ടവറിനും ഓരോ ചെറിയ, അതായത്
ഇതെല്ലാം എൻ്റെ ഇൻപുട്സ് അല്ലേ. എൻ്റെ ഇൻപുട്സിന് ശരിക്കും പറഞ്ഞാൽ ഞാൻ ടാക്സ് കൊടുത്തതല്ലേ. അപ്പോൾ ശരിക്കും എനിക്ക് ഇവിടെ വരുമ്പോൾ എനിക്ക് പിന്നെ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഞാൻ ഓൾറെഡി ഓരോന്നിനും ടാക്സ് കൊടുത്താണ്. ഓരോ എൻ്റെ ടവറിനും ഓരോ കാര്യങ്ങൾക്കും ടവറിനും ഞാൻ ടാക്സ് കൊടുത്തതാണ്. ഇനി എന്തിനാണ് ഞാൻ ടാക്സ് ചെയ്യേണ്ടത്? അപ്പോൾ ശരിക്കും ഈ കോണ്ടെക്സ്റ്റിലാണ് ഞാനൊരു ബിസിനസ് ഓണർ വരുമ്പോൾ ഇവിടെയാണ് സെൻവാറ്റിൻ്റെ പ്രത്യേകത. സെൻവാറ്റ് എന്ന് പറയുന്ന ഒരുതരം നമ്മൾ GST ഒക്കെ എടുക്കുമ്പോൾ ITC കിട്ടാന്ന് പറയുന്ന പോലെ ഒരുതരം സെൻവാറ്റ് എന്ന് പറയുന്നത് നമുക്ക് ക്ലെയിം ചെയ്യാം, ഒരു ഡിസ്കൗണ്ട് ക്ലെയിം ചെയ്യാം. ഞാൻ പറയാം 100 ടവർ ഞാൻ വാങ്ങി, അതിന് ഓരോന്നിനും ഞാൻ എക്സൈസ് ഡ്യൂട്ടി കൊടുത്തു. അപ്പോൾ ഈ കൊടുത്ത ടാക്സ് എല്ലാം എനിക്ക് ഇവിടെ വരുമ്പോൾ ഡിസ്കൗണ്ട് ചെയ്യാം. കാരണം ഓൾറെഡി ഞാൻ ആ ടാക്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഡിസ്കൗണ്ട് എനിക്ക് ഇവിടെ എടുക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് ഓൾറെഡി 2 പ്രാവശ്യം ടാക്സ് കൊടുക്കണ്ട. അത് ഞാൻ ഓൾറെഡി ഓരോ ടവറിനും ഓരോന്നും നമ്മൾ കൊടുത്തതാണ്. ഇനി ഞാനിവിടെ ഫൈനൽ എൻ്റെ ബില്ലിടുന്ന സമയത്ത് പിന്നെയും ഇതിന് ടാക്സ് കൊടുക്കണം. എത്ര പ്രാവശ്യം ഞാൻ ടാക്സ് കൊടുക്കും? സോ ഇതാണ് കാസ്കേഡിങ് എഫക്റ്റ്. ടാക്സ് ഓൺ ടാക്സ് ഒഴിവാക്കാൻ വേണ്ടി സെൻവാറ്റ് ഉപയോഗിക്കാം. കാരണം ഞാനൊരു മാനുഫാക്ചർ അല്ലെങ്കിൽ ഒരു കമ്പനി നടത്തുന്നതുകൊണ്ട് എനിക്ക് സെൻവാറ്റ് ഉപയോഗിക്കാനുള്ള, അപ്പോൾ എനിക്ക് സെൻവാറ്റ് അപ്ലൈ ചെയ്യാം. സെൻവാറ്റ് തന്നു കഴിഞ്ഞാൽ എനിക്കിവിടെ ടാക്സ് വേണ്ട. പക്ഷേ ഇവിടെ നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഈ കേസിൻ്റെ സംഭവത്തിൽ ഇത് കഥ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ടെലികോം കമ്പനി പറഞ്ഞു ഞങ്ങൾക്ക് ടവർ വെക്കുന്നതിനൊക്കെ സെൻവാറ്റ് അപ്ലൈ ചെയ്യാം. പക്ഷേ ഗവൺമെൻറ് പറയുകയാണ് സെൻവാറ്റ് റൂൾസ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല. കാരണം ഈ ആക്ട് അനുസരിച്ചിട്ട് മൊബൈൽ ടവറുകൾക്ക് ഡിഫൈൻ ക്യാപിറ്റൽ ഗുഡ്സ് ഓർ ഇൻപുട്സിന് മാത്രമേ സെൻവാറ്റ് എടുക്കാൻ പറ്റുള്ളൂ. നിങ്ങളുടെ ടവർ ക്യാപിറ്റൽ ഗുഡാണോ അല്ലെങ്കിൽ ഒരു ഇൻപുട്ടാണോ? അല്ല. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ സെൻവാറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റും? നിങ്ങൾ ഇതിന് ടാക്സ് കൊടുത്തു, ഇവിടെയും ടാക്സ് കൊടുത്തു, ഫൈനൽ ബില്ലിലും ടാക്സ് കൊടുത്തു. ടെലികോം കമ്പനി പോയി വലിയ കേസ് കൊടുത്തു, സുപ്രീം കോടതിയിലൊക്കെ പോയപ്പോൾ വിധി വന്നിരിക്കുകയാണ്. അവർ പറഞ്ഞു ഞങ്ങളുടെ റോ മെറ്റീരിയലും ഞങ്ങളുടെ ഇൻപുട്ട് എന്ന് പറയുന്നത് ടെലികോം, നല്ല ടെലികോം ടവേഴ്സും അതിൻ്റെ ഹൗസിങ്ങും PFB ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ആൾക്കാർക്ക് നല്ല കോള് കിട്ടുള്ളൂ. ഇതില്ലാതെ കോള് കിട്ടില്ല. അപ്പോൾ ഇത് നല്ലോണം ഞങ്ങളെ ഹെൽപ്പ് ചെയ്യണം. ഇത് ഞങ്ങളുടെ ക്യാപിറ്റൽ ഗുഡാണ്, ഞങ്ങളുടെ ഇൻപുട്ടാണ്, അതുകൊണ്ട് സെൻവാറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റണം. അങ്ങനെ കോടതി പറഞ്ഞു ടെലികോം കമ്പനിക്ക് ടവറുകളും സെൻവാറ്റ് ആയിട്ട് ഇൻപുട്ടായിട്ട് കാണിക്കാം, സെൻവാറ്റ് അപ്ലൈ ചെയ്യാം. കാരണം അങ്ങനെ സെൻവാറ്റൊക്കെ അപ്ലൈ ചെയ്താൽ മാത്രമേ ടെലികോം കമ്പനി നന്നായിട്ട് സർവീസ് തരുള്ളൂ. അങ്ങനെ നല്ലോണം സർവീസ് തന്നാലേ നമുക്കും കോളൊക്കെ നന്നായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോഴേ നമുക്ക് നല്ല പ്രൈസിൽ കിട്ടുള്ളൂ. സോ ഇതിനകത്തൊരു എക്കണോമിക് ഇമ്പാക്റ്റും കൂടെ ഉണ്ട്. ഐ ഹോപ്പ് ദിസ് പോയിന്റ് ഇസ് കംപ്ലീറ്റ്ലി ക്ലിയർ. ഈ കാസ്കേഡിങ് എഫക്റ്റ് ഒഴിവാക്കാനും ടാക്സ് ഓൺ ടാക്സ് ഒഴിവാക്കാൻ വേണ്ടിയാണ്. സോ നോ വാട്ട് ഇസ് സെൻവാറ്റ്. ഇത് വായിച്ചാൽ മനസ്സിലാവില്ല നിങ്ങൾക്ക്. അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് എന്താണ് സെൻവാറ്റ് റൂൾസ് 2004, എന്താണ് പ്രീ ഫാബ്രിക്കേറ്റഡ് ബിൽഡിങ്സും മൊബൈൽ ടവറിനും സെൻവാറ്റ് അപ്ലൈ ചെയ്യണം. ഇനി ഈ കഥ കേട്ടിട്ട് നിങ്ങളിത് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് സംഭവം പിടികിട്ടും. ഇത് ഇമ്പോർട്ടൻറ്റ് ന്യൂസാണ്. നമ്മളിത് വളരെ നിസ്സാരമായിട്ട് എടുക്കും, പക്ഷേ പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോഴാണ് നമ്മളിത് വിട്ടുപോകുന്നത്. സോ നോ അബൌട്ട് ദിസ് പ്രധാനപ്പെട്ട വാർത്ത അറിഞ്ഞിരിക്കണം. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഇന്ത്യ ഓസ്ട്രേലിയ റിന്യൂവബിൾ എനർജി പാർട്ട്ണർഷിപ്പ് വരാൻ പോവുകയാണ്. നമ്മൾ ഇന്ത്യ ഓസ്ട്രേലിയയും ഒരു വർഷം ഇന്ത്യ കുറേ രാജ്യങ്ങളായിട്ട് ഡിഫൻസ് എഗ്രിമെൻറ്റ് വെക്കും, റിന്യൂവബിൾ എനർജി വെക്കും. നമ്മൾ എല്ലാവരും വെക്കുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് നമുക്ക് അറിയേണ്ട 2-3 കാര്യമുണ്ട്. സോ ഇത് വളരെ പ്രധാനപ്പെട്ട, ഡിഫൻസ് മാത്രമല്ല, സെക്യൂരിറ്റി, മൊബിലിറ്റി, സയൻസ്, ടെക്നോളജി, എഡ്യൂക്കേഷൻ, ഇതെല്ലാം സൈൻ ചെയ്തിട്ടുണ്ട്. ഡിഫൻസ്, സെക്യൂരിറ്റി. നമുക്ക് ആവശ്യമുള്ള എന്താ? പരീക്ഷയ്ക്ക് ആവശ്യമുള്ളത് വാട്ട് ഈസ് REP? ഇന്ത്യ ഓസ്ട്രേലിയ തമ്മിൽ സൈൻ ചെയ്ത പ്രധാനപ്പെട്ട, നാളെ ഇന്ത്യ ഓസ്ട്രേലിയ റിലേഷൻസ് ചോദിച്ചാലും ഇന്റർനാഷണൽ റിലേഷൻസ് ചോദിച്ചാലും നിങ്ങൾക്ക് ഈ വാക്ക് ഓർമ്മ വേണം. വി ഹാവ് an REP in existence. റിന്യൂവബിൾ എനർജി പാർട്ട്ണർഷിപ്പ് ഉണ്ട് ഇന്ത്യ ഓസ്ട്രേലിയൻ തമ്മിൽ. അതേപോലെ ദർ ഇസ് സംതിങ് കോൾഡ് എസ് ടു അംബീഷ്യസ് ബാലൻസ് മ്യൂച്വലി. നമ്മളൊരു സെസ വർക്ക് ചെയ്യുന്നുണ്ട്. പല രാജ്യങ്ങളായിട്ടും സെസ ഉണ്ട്. എന്താണ് ഈ സെസ എന്ന് പറഞ്ഞാൽ? കോംപ്രിഹെൻസീവ് എക്കണോമിക് കോപ്പറേഷൻ എഗ്രിമെന്റ്. സെസ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ രാജ്യങ്ങൾ തമ്മിൽ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ്, നമ്മൾ കൊട്ടുമുന്നേ ഇമ്പോർട്ട് ഡ്യൂട്ടി പറഞ്ഞ് ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് വെക്കുന്നുണ്ട്. സെസ ഇസ് മോർ ദാൻ FTA. ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ടാരിഫ് കുറയ്ക്കുന്നു എന്നതിനപ്പുറത്തേക്ക് സെസ എന്ന് പറയുന്നത് FTAക്ക് അപ്പുറത്താണ്. ഇറ്റ് ക്രിയേറ്റ്സ് എ കോംപ്രിഹെൻസീവ് ഫ്രെയിംവർക്ക്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇറ്റ് ക്രിയേറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഒരു കോംപ്രിഹെൻസീവ് ഫ്രെയിംവർക്കാണ് അത് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം. ഇറ്റ് ക്രിയേറ്റ്സ് എ കോംപ്രിഹെൻസീവ് ഫ്രെയിംവർക്ക്. അതാണ് ഈ സെസയുടെ കാര്യം. FTAക്ക് മുകളിലുള്ളതാണ്. പിന്നെ ഓൾറെഡി ഇന്ത്യ ഓസ്ട്രേലിയൻ തമ്മിൽ വി ഹാവ് an ECTA or ECTA. വാട്ട് ഈസ് ECTA? എക്കണോമിക് കോപ്പറേഷൻ ആൻഡ് ട്രേഡ് എഗ്രിമെന്റ്. 2022 നമ്മൾ ഇന്ത്യ ഓസ്ട്രേലിയ നമുക്കുള്ളതാണ്. ഇതൊരു തരം നല്ലൊരു ട്രേഡ് എഗ്രിമെന്റ് തന്നെയാണ്. ഇതൊക്കെ ഉള്ളതിന്റെ ഗുണം, ഈ ECTA ഉള്ളതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ ഓസ്ട്രേലിയ നല്ല റിലേഷൻ ആയിരിക്കും ട്രേഡിൽ. ഇതിനകത്ത് വേറെ പ്രധാനപ്പെട്ട കാര്യം, ECTA വന്നതിന് ശേഷം നമുക്കൊരു കാര്യം മനസ്സിലാക്കാനുണ്ട്. എക്കണോമിക് കോപ്പറേഷൻ ആൻഡ് ട്രേഡ് എഗ്രിമെന്റ് ബിറ്റ്വീൻ ഓസ്ട്രേലിയ. ECTA വന്നതിന് ശേഷം നമുക്കറിയാൻ പറ്റും ഓസ്ട്രേലിയയിൽ ഒരുപാട് ഗുഡ്സ്, ഓസ്ട്രേലിയയിലെ ഒരുപാട് ഇന്ത്യൻ ഗുഡ്സ്, ഇന്ത്യയിൽ നിന്ന് പോകുന്ന ഒരുപാട് ഗുഡ്സിനൊക്കെ നല്ല സ്വീകാര്യതയാണ്. അവിടെ ടാരിഫോ കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് നല്ല റിലേഷനാണ്. എൻ്റെ കാര്യം എന്താ? ബിക്കോസ് വി ഹാവ് an ECTA. ഓൾറെഡി ECTA ഉള്ളതുകൊണ്ടാണ്.
അതേപോലെ ഇന്ത്യയിൽ ഓസ്ട്രേലിയയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്ന ഗുഡ്സ് എല്ലാം ഇന്ത്യൻ മാർക്കറ്റിൽ ഇവർക്ക് ടാരിഫ് ഇല്ല, 0 ടാരിഫ് ആണെന്ന് തന്നെ പറയാം. ഫ്രീ ട്രേഡ് എഗ്രിമെന്റിനെക്കാട്ടും അതേപോലെ തന്നെ ഒരുപാട് റിലാക്സേഷൻ ഉണ്ട്. അതിന് ഓൾമോസ്റ്റ് പറഞ്ഞാൽ 85% പറയുന്നുണ്ട്. 85% വരുന്ന ട്രേഡ് ഫ്രീ ട്രേഡ് അല്ലെങ്കിൽ ടാരിഫ് ഫ്രീ ആണ്. ടാരിഫ് ഇല്ല, ടാക്സ് ചെയ്യുന്നില്ല. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓസ്ട്രേലിയയിൽ നിന്നൊരു 10 രൂപയുടെ സാധനം ഇന്ത്യൻ മാർക്കറ്റിൽ പ്രവേശിക്കുകയാണ്. സാധാരണ ഇവിടെ ടാക്സ് അടിച്ച് ടാരിഫ് അടിച്ച് ഇമ്പോർട്ട് ടാരിഫ് ഒക്കെ അടിച്ച് ഇതിവിടെ വിൽക്കുമ്പോൾ ചിലപ്പോൾ 70 രൂപയാവാം, ചിലപ്പോൾ 150 രൂപയാവാം, ചിലപ്പോൾ 250 രൂപയാവാം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ കയ്യിൽ പലപ്പോഴും നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ ചില ജ്യൂസൊക്കെ വാങ്ങിക്കുമ്പോൾ മെയ്ഡ് ഇൻ തായ്വാൻ, ഇമ്പോർട്ടഡ് ഫ്രം ഇന്തോനേഷ്യ, ഇമ്പോർട്ടഡ് ഫ്രം ഹൈത്തി, പല രാജ്യങ്ങളിൽ നിന്നൊക്കെ വരുന്നുണ്ട്. അതിൻ്റെയൊക്കെ വില കണ്ടിട്ടുണ്ടോ? നമ്മുടെ നാട്ടിൽ സാധാരണ ജ്യൂസ് 10 രൂപയ്ക്ക് കിട്ടുമ്പോൾ ഈ ജ്യൂസിൻ്റെയൊക്കെ വില 350 രൂപയൊക്കെ. ഇത് ഇമ്പോർട്ടഡ് ആണ്, ആൾക്കാർ വാങ്ങിച്ച് കുടിക്കുന്നുണ്ട് ഇമ്പോർട്ടഡ് ആണെന്ന് പറഞ്ഞിട്ട്. ചിലപ്പോൾ ഇതിൻ്റെ വില ഇമ്പോർട്ടഡ് ഇത്രയൊന്നും ഉണ്ടാവില്ല. ഇന്ത്യൻ മാർക്കറ്റിൽ വരുമ്പോൾ ഇതിന് ടാരിഫൊക്കെ ആഡ് ചെയ്ത് വരുന്ന ഫൈനൽ പ്രൈസാണ് നമ്മൾ കൊടുക്കുന്നത്. അങ്ങനെ 85% ഇന്ത്യൻ ഓസ്ട്രേലിയൻ ഗുഡ്സ് ഇന്ത്യയിൽ ടാരിഫ് ഫ്രീ ആയിട്ട് 10 രൂപയ്ക്ക് വന്നാൽ 10 രൂപയ്ക്ക് തന്നെ വിൽക്കുന്നുണ്ട് ഇവിടെ. അത് ഓസ്ട്രേലിയൻ മാർക്കറ്റിന് നല്ലതല്ല. തിരിച്ച് അതേപോലെ നമ്മുടെയും വിൽക്കുന്നുണ്ട് അവിടെ. സോ ദാറ്റ് ഈസ് വാട്ട് എക്ട ഈസ് ഇമ്പോർട്ടൻറ്റ്. നോ എക്കണോമിക് കോപ്പറേഷൻ ആൻഡ് ട്രേഡ് എഗ്രിമെന്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നോ ദ കോൺസെപ്റ്റ് ഓഫ് എക്ട. അതൊന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെ അടുത്ത ഇന്റർനാഷണൽ റിലേഷൻസ് നോക്കുമ്പോൾ സുഡാനിൽ പ്രശ്നം നടക്കുന്നുണ്ട്, ഇപ്പോഴും പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ് സുഡാനിൽ ഇഷ്യൂസ്. ആൻഡ് അതേപോലെ ഇന്നലെ സുഡാൻ ഇഷ്യൂവിൽ ചൈന വീറ്റോ ചെയ്തു. ദിസ് ബ്രിങ്സ് us another important question. ഗാസയിൽ സീസ് ഫയർ കൊണ്ടുവരാൻ വേണ്ടി ഇമ്മീഡിയറ്റ് സീസ് ഫയർ വേണമെന്ന് US വേണമെന്ന് തീരുമാനമുണ്ടായി. അവിടെ പ്രശ്നമൊന്നുമില്ല, ഗാസ ഇസ്രായേൽ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്തു, കൃത്യമായിട്ട് സീസ് ഫയർ വന്നു. ഇനി തൽക്കാലത്തേക്ക് യുദ്ധം ഫയറിംഗ് ഒക്കെ നിർത്തിവെച്ചു എന്ന് പറയുന്ന റെസൊല്യൂഷനെതിരെ അമേരിക്ക വീറ്റോ ചെയ്തു. ഇവിടെയാണ് അമേരിക്കയിലെ നമ്മൾ സെക്യൂരിറ്റി കൗൺസിൽ പറയുമ്പോൾ P5 കൺട്രീസ് എന്ന് പറയുമ്പോൾ ഇന്നലെ സുഡാനിലെ പ്രശ്നം അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞ് റെസൊല്യൂഷൻ ഇട്ടപ്പോൾ റഷ്യ വീറ്റോ ചെയ്തു. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഇനിയിപ്പോൾ നാളെ ചൈന വീറ്റോ ചെയ്യും. ഏതെങ്കിലും ഒരു രാജ്യത്തിൽ പെർമനന്റ് കൗൺസിൽ, കാരണം കൗൺസിലിലെ സെക്യൂരിറ്റി പ്രധാനപ്പെട്ട പെർമനന്റ് മെമ്പേഴ്സിൽ ഒരാൾ കണ്ടോ, പുള്ളി കൈപൊക്കുന്നുണ്ടോ? അമേരിക്കൻ കൈപൊക്കി വീറ്റോ പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രൊജക്റ്റേ നടക്കില്ല. അതുകൊണ്ടാണ് ഇന്ത്യ UN സെക്യൂരിറ്റി കൗൺസിലിൽ ഇന്ത്യനെ പെർമനന്റ് മെമ്പറാക്കി എടുക്കണമെന്ന് പറഞ്ഞാലും ഫ്രാൻസും മറ്റ് രാജ്യങ്ങളെ എല്ലാവരെയും നമുക്ക് ഒരുമിച്ച് കൊണ്ടുവരാം, UK US കൊണ്ടുവന്നാലും ഇന്ത്യയെ കൊണ്ടുവരണം എന്ന് റെസൊല്യൂഷൻ പാസ് ചെയ്ത് ചൈന ഇതേപോലെ കൈപൊക്കുകയാണ്. ഞാൻ വിയോജിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് മെമ്പർഷിപ്പ് കിട്ടില്ല. അതുകൊണ്ടാണ് ഇന്ത്യ ഹാസ് ബീൻ ക്യാൻവാസിങ് എവറി കൺട്രി, ഞങ്ങൾ പെർമനന്റ് മെമ്പർ ആക്കണം. അപ്പോൾ ഈ കൈപൊക്കി കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പോൾ UNന്റെ വീറ്റോ പവർ എന്താണ്, ആർക്കൊക്കെ വീറ്റോ പവർ ഉണ്ടെന്നും കൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നല്ല ഇൻട്രസ്റ്റിംഗ് വാർത്തയാണ്. വ്ളാഡിമിർ പുടിൻ നോർത്ത് കൊറിയയ്ക്ക് ഒരു ലയണിനെയും 2 ബെയറിനെയും കൊടുത്തിരിക്കുകയാണ്, കരടിയും കൊടുത്തിരിക്കുകയാണ്. ഫ്രണ്ട്ഷിപ്പിന്റെ ഭാഗമായിട്ട് നോർത്ത് കൊറിയ കൊടുത്തിരിക്കുകയാണ്. കാരണം വേറൊന്നുമല്ല, എന്തോരം നോർത്ത് കൊറിയക്കാരാണ് റഷ്യക്ക് വേണ്ടി ഫൈറ്റ് ചെയ്തത്, യുക്രൈനെതിരെ എപ്പോഴും ഫൈറ്റ് ചെയ്യുന്നുണ്ട് സോൾജേഴ്സ്. അപ്പോൾ ഒരു ലയണിനെയും 2 ഒരു ഇൻട്രസ്റ്റിംഗ് ഗിഫ്റ്റ് കൊടുത്തിരിക്കുകയാണ്. കിടക്കട്ടെ ഒരു ഗിഫ്റ്റ് എന്നാണ് മനസ്സിലാക്കുന്നത്. സോ ബാംഗ്ലാദേശ് എക്സ് പോലീസ് ചീഫ് ഫേസസ് ക്രിമിനൽ ഹ്യൂമാനിറ്റി ചാർജസ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ വെസ്റ്റേൺ എംബസീസ് എല്ലാം ഷട്ട് ഡൗൺ ചെയ്തിരിക്കുകയാണ് യുക്രൈനിൽ. അവിടെ ടെററിസ്റ്റ് എയർ അറ്റാക്ക് വരാൻ സാധ്യതയുള്ളതുകൊണ്ട്. പിന്നെ ബാക്കി പ്രധാനപ്പെട്ട വാർത്തകളിലും പാകിസ്ഥാനിലെ മരണം നടന്നു. താലിബാൻ അൺഇസ്ലാമിക് ബുക്കുകളെല്ലാം ബാൻ ചെയ്തു. ഇതൊരു പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. 2 കാര്യങ്ങൾക്ക് US മിസൈലും. ടർക്കി പറയാണ് യുക്രൈൻ ഈ അടുത്ത് ഓൾറെഡി യുക്രൈനിൽ പൈസ ഒന്നുമില്ല. ഇവിടെയാണ് നമ്മൾ ഇന്റർനാഷണൽ റിലേഷൻസ് മനസ്സിലാക്കേണ്ടത്. റഷ്യയും യുക്രൈനും വാർ നടക്കുകയാണ്. US ഇവിടെയുണ്ട്. USന് റഷ്യനെ ഇഷ്ടമല്ല, പക്ഷെ US റഷ്യനെ നേരിട്ട് അടിക്കൂല്ല. അതാണല്ലോ നമ്മൾ പറയത്തില്ലേ, പ്രശ്നം ഉണ്ടാക്കും, കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാന്ന് പറയത്തില്ലേ മലയാളത്തിൽ. അതേപോലെ USന് റഷ്യ ഇഷ്ടമല്ല, പക്ഷെ യുക്രൈനും റഷ്യനെ ഇഷ്ടമല്ല. അപ്പോൾ എന്ത് ചെയ്യണം? യുക്രൈനെ റഷ്യ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വേറെ വഴിയൊന്നുമില്ല. നമ്മൾ എന്ത് ചെയ്യണം? US യുക്രൈനെ സഹായിക്കണം. യുക്രൈനിന് നമ്മൾ ഫണ്ട് കൊടുക്കണം. അവർക്ക് ഫണ്ട് കൊടുക്കണം, അവർ ചോദിക്കുന്ന എല്ലാം കൊടുക്കണം. കാരണം ഇതൊക്കെ കൊടുത്ത് എന്ത് ചെയ്യും? നമ്മളൊന്നും ചെയ്യണ്ട, ഇവർ റഷ്യക്കെതിരെ ഫൈറ്റ് ചെയ്ത് റഷ്യ നശിപ്പിച്ചോളൂ. നമുക്ക് ഒരു അറ്റത്തിരുന്ന് ഇങ്ങനെ കളി കണ്ടാൽ മതി, കളി അപ്പുറത്തുനിന്ന് കളി നോക്കിക്കൊണ്ടിരുന്നാൽ മതി. ദിസ് ഇസ് വാട്ട് US ഹാസ് ബീൻ ഡൂയിങ് ഓവർ ദി ഇയേഴ്സ്. സോ ഇത് നമുക്ക് ക്ലീൻ ആയിട്ട് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട റസിബ്, ടർക്കിയിലെ ടർക്കിയുടെ പ്രധാനപ്പെട്ട നേതാവാണല്ലോ റസിബ് തയ്യിബ് എർദോഗൻ എന്ന് പറയുന്നത്. അദ്ദേഹം പറഞ്ഞാണ് അമേരിക്ക ഈ അടുത്ത് കൊടുത്ത മിസൈലിന്റെ പേരാണ്, ഇറ്റ്സ് കോൾഡ് an ATACMS. ഇന്നലെ നമ്മൾ കണ്ടതാണ്. ഈ വലിയ മിസൈൽ സിസ്റ്റം ഒക്കെയാണ് അമേരിക്ക യുക്രൈന് കൊടുത്തിരിക്കുന്നത്. ഇതൊന്നും കൊടുക്കാൻ പാടില്ലായിരുന്നു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇത് ഷുഡന്റ് ഹാവ് ബീൻ ഗിവൻ. സോ പുടിൻസ് nuclear policy was swiftly condemned by Washington, Brussels and London as irresponsible. NATO exam. പുടിൻ ഇപ്പോൾ പറഞ്ഞല്ലോ, പുടിൻ ഇന്നലെ പറഞ്ഞ ന്യൂക്ലിയർ പോളിസി എന്താ?
ഞങ്ങൾ ഇപ്പുറത്തുണ്ട്, ഈ കളിയുടെ ഇപ്പുറത്തെ സൈഡിൽ യുക്രൈൻ ഉണ്ട്, ഇപ്പുറത്തെ സൈഡിൽ വേറെ കുറെ രാജ്യങ്ങളുണ്ട് ഇതേപോലെ. അതായത് ഒരു നോൺ ന്യൂക്ലിയർ കൺട്രി ഞങ്ങൾക്കെതിരെ ന്യൂക്ലിയർ ത്രെറ്റ് നടത്തിയാൽ ഞങ്ങളും തിരിച്ചടിക്കും. ഇത് വേറൊന്നുമല്ല, നോൺ ന്യൂക്ലിയർ കൺട്രി എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പുറത്തെ US-ഉം മറ്റേ ന്യൂക്ലിയർ കൺട്രീസ്, ന്യൂക്ലിയറും മറ്റേ രാജ്യങ്ങളെല്ലാം ന്യൂക്ലിയർ പവർ ഇവർക്ക് കൊടുക്കാം എന്ന് പറയുന്ന ഒരു സംഭവമാണ്. സോ ഇന്റർനാഷണൽ റിലേഷൻസിന് ഇങ്ങനെ കണ്ടാൽ മതി. ഹാവ് എ ഗുഡ് ഐഡിയ അബൌട്ട് ദിസ് തിങ്. ഓക്കെ, ഈ ഒരു കഥ നിങ്ങൾക്ക് നന്നോളം അറിഞ്ഞിരുന്നാൽ ഇറ്റ്സ് വെരി ഗുഡ്. സോ ഓക്കെ, ഇന്നത്തെ 21 പ്രധാനപ്പെട്ട വാർത്തകൾ ഞാൻ ഇവിടെ അവസാനിപ്പിച്ചിട്ടുണ്ട്. അടുത്ത ന്യൂസ് പേപ്പർ ഞാൻ ഇന്ന് തന്നെ ഇടാം. ഡോണ്ട് വറി ഓൺ ദാറ്റ്, ഐ വിൽ പുട്ട് ദി അതർ ന്യൂസ് ആൻഡ് കീപ്പ് അപ്പ്. ഇന്നലെ ക്ലാസ് ഒരുപാട് പേര് മെസ്സേജ് അയച്ചു ചോദിച്ചു നമ്മുടെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സും ഇതും തമ്മിൽ വ്യത്യാസം എന്താണ്. ഇതിപ്പോൾ ഞാൻ ഓൾറെഡി ന്യൂസ് പറയുന്നത് കറണ്ട് അഫയേഴ്സിൽ ഓരോ പോയിന്റും നമ്മൾ ഡീറ്റെയിൽ ആയിട്ടാണ് പഠിക്കാം. ഇപ്പോൾ എന്താണ്, ഇപ്പോൾ ഇന്നത്തെ ന്യൂസിൽ തന്നെ ഉണ്ടായിരുന്നു, നമ്മൾ പല ആർട്ടിക്കിൾസും ഡിസ്കസ് ചെയ്തപ്പോൾ ഓരോ കാര്യം നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്, ഇപ്പോൾ UN റെസൊല്യൂഷൻ എന്ന് പറയുമ്പോൾ UN സെക്യൂരിറ്റി കൗൺസിൽ എന്താണ്, വാട്ട് ഈസ് ദ P5 കൺട്രീസ്, എങ്ങനെയാണ് വീറ്റോ ചെയ്യുന്നത്, അത്രയും ഡെപ്തിലാണ് പഠിക്കുന്നത്. അപ്പോൾ അത് റെക്കോർഡഡ് ആണോ എന്ന് ചോദിച്ച ആൾക്കാരുണ്ട്. റെക്കോർഡഡ് അല്ല, ഞാൻ ലൈവ് ക്ലാസ് എടുക്കുന്നത്. കറണ്ട് അഫയേഴ്സ് എല്ലാ സാറ്റർഡേ നമ്മൾ ക്ലാസ് ആയിട്ടാണ് എടുക്കുന്നത്. സോ അതിൻ്റെ ക്ലാസ് കഴിഞ്ഞിട്ടാണ് നമ്മൾ അതിൻ്റെ നോട്ട് കാര്യങ്ങളൊക്കെ, റെക്കോർഡിംഗ് എല്ലാം നമ്മുടെ IAS ഫാക്ടറിൻ്റെ ആപ്പിലാണ് അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ, സോ അത് കൺഫ്യൂഷൻ മാറി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ. ദിസ് ഇസ് അർജുന ശങ്കർ.